അസ്സാം വലൈക്കും വറഹമത്തുള്ള. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ വാച്ച് പ്രൊഫോൺ ടിവിയുടെ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ എല്ലാവരും ക്ലാരിറ്റി ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾക്കറിയാം, ഇന്ന് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഇറാനെ ആക്രമിക്കുന്ന സന്ദർഭം, പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുന്നു. അത് ലോകത്ത് വലിയൊരു പലതരത്തിലുള്ള ചർച്ചകളെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം നമ്മുടെ കേരളത്തിൽ ഒരു സുന്നി ഷിയ ഡിബേറ്റ് പൊതുമണ്ഡലത്തിൽ അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്നുണ്ട്. അതുമായി കടന്നു വന്നിട്ടുള്ള സുന്നി ഷിയ ഡിബേറ്റുകളിൽ പി നാസർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ചില ആരോപണങ്ങൾ, ആ ആരോപണങ്ങളെ കുറേ ക്ലാരിറ്റി നമ്മൾക്ക് ആവശ്യപ്പെടുന്നുണ്ട്. അതിനെ ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയ വാച്ചിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. ഇതിൽ അസീം പറഞ്ഞല്ലോ ഒരു അന്താരാഷ്ട്ര പശ്ചാത്തലം. ഇപ്പോൾ പെട്ടെന്ന് കേരളത്തിൽ ചർച്ചകൾ സജീവമാകാൻ കാരണമായ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം. അത് നമ്മൾ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയാനുള്ള എന്താ വെച്ചാൽ, നമ്മൾ ഈ വളരെ മോഡേണായ നമ്മളിപ്പോഴത്തെ ഈ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടല്ലോ, ആ കോൺഫ്ലിക്റ്റുകൾക്ക് സ്വാഭാവികമായ അതിൻ്റേതായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്, കാരണങ്ങളുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ രീതിയിലുള്ള താല്പര്യങ്ങളും നിലപാടുകളും എല്ലാം ഉണ്ട്. അതുണ്ടാക്കുന്ന സംഘർഷങ്ങളുണ്ട്. അപ്പോൾ ഈ മോഡേൺ നേഷൻ സ്റ്റേറ്റ്സ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോൺഫ്ലിക്ട്സിൽ നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കണം, അല്ലെങ്കിൽ എവിടെയാണ് നമ്മളുടെ ഒരു മോറൽ സപ്പോർട്ട് എങ്ങോട്ടാണ് പോവേണ്ടത് എന്നുള്ള വിഷയത്തിലുള്ളൊരു വർത്തമാനമല്ല നമ്മൾ നടത്തുന്നത്. ഇത് വളരെ വ്യത്യസ്തമായൊരു ചർച്ചയാണ്. അത് ഇപ്പോൾ ഇസ്ലാമിൻ്റെ, മുസ്ലിങ്ങളുടെ, അല്ലെങ്കിൽ ഒരു നീതിയുടെ, മനുഷ്യാവകാശത്തിൻ്റെ ഒക്കെ പരിപ്രേക്ഷ്യങ്ങളിൽ നോക്കിക്കൊണ്ട് ഇവിടെയൊക്കെ എവിടെയാണ് ശരി തെറ്റ്, അത് ഒരു കുറച്ചുകൂടി ഇൻ്റർനാഷണൽ റിലേഷൻസും വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയാണ്. അപ്പോൾ അതുമായി ഇതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. നമ്മൾ വളരെ തിയോളജിക്കലായ, അല്ലെങ്കിൽ കുറേ കൂടി ഇസ്ലാമിക് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും ഒക്കെ കാലത്ത് നടന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആ രീതിയിലുള്ള ഒരു ഡിസ്കഷനാണിത്. ഇത് ഇപ്പോഴത്തെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നെ ഒന്നൊന്നര സഹസ്രാബ്ദം മുമ്പുണ്ടായ സംഭവങ്ങളെ പറ്റി, അല്ലെങ്കിൽ ഖുർആനെ പറ്റി, ഹദീസുകളെ പറ്റിയൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾക്ക് ആരംഭിക്കാൻ തോന്നുന്നു. പ്രത്യേകിച്ച് ആമുഖങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് തന്നെ കേരളത്തിലെ ഒരു മുസ്ലിം ആവിർഭാവം, അത് വളരെ പ്രധാനപ്പെട്ട, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അത് കേരളത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ മുസ്ലിം സമൂഹം അത് ഷിയ സമൂഹമായിരുന്നു. ഷിയ വിശ്വാസം പുലർത്തിയിരുന്ന മുസ്ലിങ്ങളായിരുന്നു കേരളത്തിൽ ആദ്യം ഉണ്ടായിരുന്നത്. ലോഡഡാണ് ക്വസ്റ്റ്യൻ. അല്ല, അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടോ കേട്ടോ. കാരണം ഞാൻ ആ വീഡിയോകൾ ആരോ അയച്ചെന്ന സമയത്ത് ഇങ്ങനെ കണ്ടിരുന്നു. അങ്ങനെ വളരെ കൃത്യമായി കേരളത്തിലെ മുസ്ലിങ്ങൾ ആദ്യമ മുസ്ലിങ്ങൾ ഷിയാക്കളാണ് എന്ന നിലക്ക് അദ്ദേഹം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അതിന് കൊടുത്ത ടൈറ്റിലോ മറ്റോ ആ രീതിയിലാണ്, അങ്ങനെ തംബ്നെയിൽ അങ്ങനെയാണ് അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതായിരിക്കും. അത് അദ്ദേഹം നേർക്കാരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, ഈ കേരളത്തിലൊരു ഷിയ ആശയങ്ങളുടെ പ്രസൻസ്, അതായത് ഞാൻ ഷിയ ആണ് എന്ന് പറയുന്ന കുറേ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ല അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്ന് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കാൻ തോന്നുന്നു. സുന്നി ഷിയ വ്യത്യാസങ്ങളില്ലാത്ത ഒരു മുസ്ലിം സമൂഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് സുന്നി മുസ്ലിം സമൂഹമാണ്, പക്ഷേ ഷിയാക്കളുടെ ആശയങ്ങളും അവർക്കിടയിൽ സജീവമായിരുന്നു. അവർ സുന്നികളാണ് എന്നുള്ളതിൻ്റെ പേരിൽ അതിനെ അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടില്ല. ആ നിലക്ക് ഷീഇ എന്നോ സുന്നി എന്നോ അവരെ വിശേഷിപ്പിക്കാൻ പറ്റൂല. അവർ സുന്നി അല്ലെങ്കിൽ ഷീഇ എന്ന് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഷീഇ ആശയങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഇംപ്ലൈ ചെയ്യാൻ ശ്രമിച്ചതെന്ന് എനിക്ക് തോന്നിയത്. എന്തായിരുന്നാലും അല്ല, ഇതിൽ ഉള്ള ഒരു വിഷയം എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്ന ഒരു ഭയങ്കര എക്സാജറേഷൻ ഉണ്ട്. അതായത് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്നല്ല, ലോകത്തെ എവിടെയുള്ള മുസ്ലിങ്ങളും ഇസ്ലാമിക ലോകത്തുള്ള എല്ലാ ആശയങ്ങളിലും അവരിലേക്ക് എത്തിച്ചേരുക, അതിൻ്റെ സ്വാധീനങ്ങൾ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ്. ഇത് മനുഷ്യരല്ലേ, മനുഷ്യരുടെ കൂട്ടമല്ലേ, അവർ വ്യത്യസ്ത ആശയങ്ങൾ കേൾക്കുക, ആശയങ്ങളുടെ സ്വാധീനം ഉണ്ടാകും. അതിൻ്റെ ഒരു സാന്നിധ്യം മുസ്ലിം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള പലതരം ആശയങ്ങളുടെ സാന്നിധ്യവും സ്വാധീനവും എല്ലാം കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അത്ര അത്ഭുതകരമായൊരു കാര്യമൊന്നുമല്ല. അതിലിപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മൾ ഷോക്ക്ഡ് ആവണ്ടേ അങ്ങനെ എന്നുള്ളൊരു ക്ലെയിം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ രണ്ട് കാര്യമാണ്. ഒന്നെന്താ വെച്ചാൽ അദ്ദേഹം ഇതിനെ എക്സാജറേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതായത്
അദ്ദേഹം ഈ പറയുന്ന ആശയങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു മെയിൻ സ്ട്രീം ഒപ്പീനിയൻസ് ആയിട്ട് നിലനിന്ന ആശയങ്ങളല്ല. അതായത് ഒരു കുറച്ചുകൂടി ഫ്രിഞ്ച് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അവിടെയും ഇവിടെയൊക്കെ നിലനിന്ന ആശയങ്ങളെ എടുത്തുകൊണ്ടുവന്നിട്ട് അതാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ കോറ് അല്ലെങ്കിൽ എസെൻസ്, അതായിരുന്നു ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം എന്ന് പറയുന്നിടത്താണ് ചരിത്രവിരുദ്ധമായി ആ ആഖ്യാനത്തിലൊരു പ്രശ്നമുള്ളത്. അങ്ങനെ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമം അതിലുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ ഇതിനൊക്കെ എതിർത്തത് സലഫികളാണ്, അല്ലെങ്കിൽ വക്കം മൗലവിയാണ്, കെ എം മൗലവിയാണ്, ഇതേപോലുള്ള ആൾക്കാരാണ് ഇതിനോട് എതിർപ്പ് ഉയർത്തിയത് എന്ന് പറയുന്നതിലും ഒരു പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓഫ് കോഴ്സ്, അതായത് വക്കം മൗലവി എതിർത്തിട്ടുണ്ട്, കെ എം മൗലവി എതിർത്തിട്ടുണ്ട്, കേരളത്തിലെ ഒരു സലഫി മൂവ്മെന്റ് വളരെ കൃത്യമായി തന്നെ ഇതിനൊക്കെ എതിർത്തിട്ടുണ്ട്. പക്ഷെ അവർ മാത്രമല്ല, അതായത് അദ്ദേഹം പറയുന്ന ഷീഇ എന്ന് അദ്ദേഹം പറയുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതിനെതിരൊക്കെ ഇവിടുത്തെ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ അതായത് പരമ്പരാഗത പണ്ഡിതന്മാർ, അദ്ദേഹം പ്രാദേശിക, തദ്ദേശീയ, കേരളീയ പാരമ്പര്യം എന്നൊക്കെ അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ പൊന്നാനി മഖ്ദൂമുമാരാണെങ്കിലും പിന്നെ ജിഫ്രി തങ്ങന്മാർ, നമ്മൾ ഈ പറയുന്ന മമ്പുറം തങ്ങന്മാരുടെ ഒരു പാരമ്പര്യം അദ്ദേഹം തന്നെ അതിൽ അദ്ദേഹം അത് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ കൊണ്ടോട്ടി കൈയും പൊന്നാനി കൈയും തമ്മിലുള്ള പ്രശ്നം, അതിൽ ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കുറെ ഇൻകൊഹറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നത് വേറെ സ്ഥലത്ത് പറയുന്നതായിട്ട് യോജിക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയല്ല, കേരളത്തിലെ പണ്ഡിതന്മാർ, ഇവിടുത്തെ സുന്നി ഷാഫിഈ പണ്ഡിതന്മാർ, അവർ സുന്നി ഷാഫിഈ അശ്ശരി പണ്ഡിതന്മാർ എന്ന് നമുക്ക് പറയാവുന്ന കേരളത്തിലൊരു പണ്ഡിത പാരമ്പര്യം, ആ പണ്ഡിത പാരമ്പര്യം ഇതിനൊക്കെ ശക്തമായി എതിർത്തിട്ടുണ്ട്, വളരെ വളരെ ശക്തമായി. ഇപ്പോൾ കൊണ്ടോട്ടി ഷെയ്ഖ്, അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്നൊക്കെ പറയുന്നത് അവർ ഷിയാക്കളാണ്, അവർ സ്വയം ഷിയാക്കളാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ സുന്നി വിരുദ്ധമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വളരെ കൃത്യമായി അവർ സ്ട്രെസ് ചെയ്തിട്ടുണ്ട്, അവരതിനെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നത് പലപ്പോഴും അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, ഇതിനെ ഡിനൈ ചെയ്യാൻ ശ്രമിച്ചത് സലഫി പ്രസ്ഥാനമാണ്, അതുകൊണ്ട് സലഫികൾക്കെതിരിൽ എല്ലാവരും ഒന്നിക്കുക എന്ന് പറയുന്ന ഒരു മെസ്സേജൊക്കെ കൊടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്ന പോലെ ഉണ്ട്. അത് ഒരർത്ഥമില്ലാത്ത കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഒറ്റ കാര്യം കൂടി പറയണമെന്ന് തോന്നുകയാണ്, അദ്ദേഹം ഇതൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഞാൻ ചോദിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ് എന്താണ്? അതായത് ഇത് മെയിൻ സ്ട്രീം ആകട്ടെ, ഫ്രിഞ്ച് ആവട്ടെ, ഇവിടുത്തെ പണ്ഡിതന്മാരെ എതിർത്തതാവട്ടെ, എതിർക്കാത്തതാവട്ടെ, നമ്മൾ തിയോളജിക്കലി നോക്കുമ്പോൾ ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് നോക്കുന്നത് ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലൊന്നല്ല. മുസ്ലിങ്ങൾ ഒരു കാര്യം പ്രിസർവ് ചെയ്യേണ്ടതുണ്ടോ? ഇപ്പോൾ നമ്മളുടെ ഒരു ട്രഡീഷനിൽ, നമ്മളുടെ ഒരു ലോക്കൽ ട്രഡീഷനിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക, ഇനിയിപ്പോൾ ഇവിടുത്തെ പണ്ഡിതന്മാർ ആരും എതിർത്തിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക, അതുകൊണ്ട് ആ കാര്യം ദീനിയായിട്ട് ശരിയാവൂല. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ തിയോളജി സ്ഥാപിക്കാനുള്ള ഒരു ടൂളല്ല, അത് നമ്മളുടെ ഒരു കൗതുകം മാത്രമാണ്, ഒരു അന്വേഷണ കൗതുകം മാത്രമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നമ്മളെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നറിയാനുള്ള നമ്മളുടെ ഒരു നോളേജ്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ആ ക്യൂരിയോസിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തുന്ന ഒരു കാര്യം, ഒരു അന്വേഷണം മാത്രമാണത്. അതിൻ്റെ ഉത്തരങ്ങൾ നമ്മളെ അഖീദ തീരുമാനിക്കുന്നിടത്തോ നമ്മളുടെ ഫിഖ് തീരുമാനിക്കുന്നിടത്തൊന്നും നിർണായകമല്ല. അവിടെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് പടച്ചോൻ ഈ മതം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പെർഫെക്റ്റ് ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഖുർആനായത്തെ അവതരിപ്പിച്ച് അവിടെ അവസാനിച്ചതാണ് മതം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിലൊക്കെ തെറ്റും ശരിയും നമ്മൾ തീരുമാനിക്കേണ്ടത് ഖുർആനിക്കും ഹദീസിക്കും നോക്കിയിട്ടാണ്, അല്ലാതെ നമ്മളൊരു ലോക്കൽ ട്രഡീഷനിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നോക്കിയിട്ടല്ല. അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ ഒരു ജനറൽ കൊമൻസ് എന്നുള്ള നിലക്ക് പറയണം എന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു ഇതിലിപ്പോൾ എവിടെ നിന്നാണ് ഒരു ഷിയ സ്വാധീനം അല്ലെങ്കിൽ ഷിയ പ്രസൻസ് കേരളത്തിൽ ഉണ്ടാകുന്നത്? ഏതൊരു ടൈം പീരീഡ് മുതലായിരിക്കും? അല്ല, അങ്ങനെ ഒരു ഷിയ കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ നമ്മൾ ഈ ഉറുദു മുസ്ലിങ്ങളൊക്കെ പലരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ, അതിലൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ അതേസമയം ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ ഈ ആശയങ്ങളുടെ സ്വാധീനം ഇവിടെ ഉണ്ടായിട്ടുണ്ടാകും. അതെല്ലാ കാര്യമല്ല കേട്ടോ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം അവതരിപ്പിക്കുന്നതിലുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നിയത് ഇപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള ഹുബ്ബ്, അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവും വേറെ ചില സഹാബിമാരും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്താണ് ശരി എന്ന് കരുതുന്നത്, അല്ലെങ്കിൽ യസീദിൻ്റെ കാലഘട്ടത്തിൽ കർബലയിലുണ്ടായ ക്രൂരതകളോടുള്ള പിന്നെ ഭയങ്കര വിയോജിപ്പ്, ഇതൊന്നും ഷിയ സാധനങ്ങളല്ല.
ഇത് അതല്ല, ഒരു സുന്നിയും ഷിയയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല. അത് അദ്ദേഹം അങ്ങനെ ഒരു നരേഷൻ. വളരെ കൃത്യമായി അദ്ദേഹം അത് പറയുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ആഖ്യാനം ആ രൂപത്തിലാണ്. അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തുകൊണ്ടുവന്നിട്ട് ഇത് ഷിയ ആശയാണെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കാരണം അലി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങേയറ്റം റെസ്പെക്റ്റ് ചെയ്യുന്ന, നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, നമ്മൾ പിന്നെ ഇസ്ലാമിക ബോധത്തിൻ്റെയും നീതിയുടെയും ഒക്കെ നിറകുടങ്ങളാണെന്ന് നമ്മൾ കരുതുന്ന ആ തരത്തിലുള്ള ആൾക്കാരാണ്. അവരാരും നമ്മളുടെ ശത്രുക്കളല്ല. അവരോട് സ്നേഹം ഉണ്ടാകുക എന്ന് പറയുന്നത്, ഈവൻ ഞാൻ പറയുന്നത് നിർഭാഗ്യവശാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കഴിഞ്ഞുള്ള കുറച്ച് കാലങ്ങളിൽ മുസ്ലിം സമൂഹത്തിലുണ്ടായ പലതരം ആഭ്യന്തര സംഘർഷങ്ങൾ, ആ ആഭ്യന്തര സംഘർഷങ്ങളിൽ പോലും അവർക്കെതിരൊരു നിലപാടെടുക്കുന്നവരല്ല നമ്മളാരും. അതല്ല. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിൽ ഇംപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതല്ലാതെ അദ്ദേഹം വളരെ ക്ലിയർലി ഷീഇ എന്ന് പറയാവുന്ന ചില കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കൊണ്ടോട്ടി തങ്ങന്മാർ അവർ ഷിയാക്കളാന്ന് സ്വയം അവകാശപ്പെട്ടിട്ടില്ല. അവരൊരു സൂഫി ത്വരീക്കത്തായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സൂഫി ത്വരീക്കത്തിൻ്റെ പല നിലപാടുകളും വളരെ കൃത്യമായി ഷീഇ എന്ന് നമുക്ക് പറയാവുന്ന പല നിലപാടുകൾ അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്കെതിരിൽ കേരളത്തിലെ മുസ്ലിങ്ങളിൽ നിന്ന് എതിർപ്പ് ഉണ്ടാവുകയാണ്. പിന്നെ വേറെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഈ പക്ഷിപ്പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചില എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. അത് ഇപ്പോൾ കേരളത്തിലെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഇസ്ലാഹി റിഫോം, ആ റിഫോമിന് വേണ്ടി നിന്ന ആൾക്കാരൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ് ഇതൊക്കെ. അദ്ദേഹം എന്ത് മെസ്സേജാണ് അതിൽ കൊടുക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കാരണം പക്ഷിപ്പാട്ട് ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ലിറ്ററേച്ചർ ഇവിടെ ഉണ്ടായിരുന്നു. ആ ലിറ്ററേച്ചറിൽ അദ്ദേഹം തന്നെ പറയാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ നറേഷൻ അനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത് കുറച്ചൊന്ന് എന്താ പറയുക താഴ്ത്തുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ താഴ്ത്തുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ താഴ്ത്തുന്നു, അലി റളിയല്ലാഹു അൻഹുവിനെ ഈ ഒരു ഹീറോ ആയിട്ട് അവതരിപ്പിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ ഹീറോ ആയിട്ട് അവതരിപ്പിക്കുന്നതിൽ നമ്മൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു വേണോ, ഉമർ റളിയല്ലാഹു അൻഹു, അങ്ങനത്തെ ഒരു ആഖ്യാനം നമ്മൾക്ക് ആവശ്യമുണ്ടോ? അത് അദ്ദേഹം എന്താ പറയാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അദ്ദേഹം എന്ത് തരത്തിലുള്ള ഒരു മെസ്സേജാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത്? അതായത് നമ്മളിപ്പോൾ ഈ മുസ്ലിങ്ങൾക്കിടയിലുള്ള വിഭാഗീയതകളെ പറ്റിയൊക്കെ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നല്ല അവയർനെസ് ഉണ്ടായി വരികയാണ്. നമ്മൾ ഈ വിഭാഗീയതകളെ ഡീപ്പൻ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, പിന്നെ ഈ തരത്തിലുള്ള വിഭജനങ്ങൾക്ക് ശ്രമിക്കരുത്, മുസ്ലിങ്ങൾ പല അപകടങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയാണ്. അപ്പോൾ ഈ മുസ്ലിം സെക്റ്റുകൾക്കിടയിൽ ഉണ്ടാകേണ്ട ഒരു ഡെക്കോറത്തിനെ പറ്റിയാണൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരാൾ വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും അലി റളിയല്ലാഹു അൻഹുവിനും ഇടയിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമ്മൾക്ക് ഓഹരി വെച്ച് തരികയാണ്. എന്നിട്ട് ഓഹരി വെച്ച് തന്നിട്ട് അബൂബക്കറിനെയും ഉമറിനെയൊക്കെ തള്ളി പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ മാത്രം നിങ്ങൾ എടുക്കുക എന്ന് പറയാണ്. അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നിന്നിട്ട് ഇവർക്കൊക്കെ എതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറയാണ്. ഇത് എന്ത് തരത്തിലുള്ള വർത്തമാനമാണ്? ഇത് എങ്ങനെ നമ്മൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുക? ഇവർ ആരെ പറ്റിയായി പറയണത്? നമ്മൾ ഈ കേരളത്തിലുള്ള ഏതെങ്കിലും മനുഷ്യന്മാരെ പറ്റി, ഈ ആധുനിക കാലത്ത് ജീവിച്ച പണ്ഡിതന്മാരെ പറ്റിയൊന്നല്ല ഈ പറയണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരികളായിരുന്ന ഇസ്ലാമിനെ കെട്ടിപ്പടുക്കുന്നതിൽ അത്രയും ത്യാഗവും വിശ്വാസവും ആത്മസമർപ്പണവും എല്ലാം കൊടുത്ത അത്രയും മഹാരഥന്മാരാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആൾക്കാരാണ് ഇവർ. നമ്മൾക്ക് അലി റളിയല്ലാഹു അൻഹുവിനെ വേണം. അലി റളിയല്ലാഹു അൻഹുവിനെ നമ്മളാർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും വേണം, ഉമർ റളിയല്ലാഹു അൻഹുവിനും വേണം, അതിലൊക്കെ ഉപരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേണം. അപ്പം അങ്ങനെ ഒരു ലിറ്ററേച്ചർ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ പറയേണ്ടത് എന്താണ്? കേരളത്തിലെ മുസ്ലിങ്ങളുടെ പാരമ്പര്യം ചകയുമ്പോൾ ഇങ്ങനൊരു സാധനം നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾക്ക് സ്വീകരിക്കാൻ നിവൃത്തിയില്ല. അത് നമ്മൾ അങ്ങനെ ഒരു സംഭവം അതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ ആ വിശ്വാസക്കാരായിരുന്നു എന്നല്ല. അങ്ങനെ എഴുതിയൊരു സാഹിത്യം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ധാരണ, ഒരു മിത്തോളജി, അത് മിത്തോളജിയാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ മിത്തോളജികൾ നമ്മൾക്ക് ആവശ്യമുണ്ട്. അതാണ് നമ്മൾ ഈ ഷീഇ എന്ന് പറയുമ്പോൾ അതിനോടുള്ള നമ്മളുടെ വിയോജിപ്പ് അതാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി വേറെ സഹാബിമാരെ ഈ രീതിയിൽ അവമതിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവർ. അലി റളിയല്ലാഹു അൻഹുവിനുള്ള എല്ലാ ബർക്കത്തുകളും അലി റളിയല്ലാഹു അൻഹുവിനുള്ള എല്ലാ മഹത്വവും നമ്മൾക്ക് പറയാൻ വേണ്ടി എന്തിനാണ് വേറെ സഹാബിമാർ ചീത്ത പറയേണ്ട ആവശ്യം? അത് ഒരു സാഹിത്യത്തിൽ ഒരു മിത്തോളജി, അങ്ങനത്തെ മിത്തുകൾ നമ്മൾക്കിടയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ലൗഡ് ആൻഡ് ക്ലിയർ അത് നമ്മൾക്ക് അക്സെപ്റ്റബിൾ അല്ലാന്ന് നമ്മൾ പറഞ്ഞല്ലേ മതിയാവും. പിന്നെ അദ്ദേഹം പറഞ്ഞത് കുറേ ഈ മുഹറം സെലിബ്രേഷൻ, മുഹറം പ്രൊസഷൻസിന്റെ ഭാഗം പുലിക്കളി, അതുമായി ബന്ധപ്പെട്ട് വേറെ പുലിക്കളി, എനിക്ക് തോന്നിയത് അതാണ്. എനിക്ക് അലിയോടല്ല പുലിയോടാണ് അദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് എനിക്ക് തോന്നിയത്.
ഓക്കെ. ശരിക്ക് അല്ല, കാരണം അലി റളിയല്ലാഹു അൻഹു പുലിക്കളിന്റെ ആളാണോ? അദ്ദേഹം നടത്തിയ പരിപാടിയാണോ അത്? ഇത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ട്രഡീഷൻ അല്ല ഇത്. അതായത് അലി റളിയല്ലാഹു അൻഹു കഴിഞ്ഞ് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടായി വന്നത്. ഒരാള് അലി റളിയല്ലാഹു അൻഹുവിന്റെ വേണ്ടി എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞിട്ട് വളരെ ലേറ്റ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ ഷീഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായ റിഫോമേഴ്സ് ഉണ്ടല്ലോ, അവർ ഇസ്ലാഹിന് വേണ്ടി ശ്രമിച്ച അവരുടെ കൂട്ടത്തിലെ പരിഷ്കർത്താക്കൾ, അവർ പോലും ഡീബങ്ക് ചെയ്തൊരു സാധനമാണ് ഈ മുഹറം പ്രൊസഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഇതിനൊന്നും അടിത്തറല്ലാന്നും ഇതല്ല നമ്മൾ ചെയ്യേണ്ടതെന്നും ഇങ്ങനെയല്ല. അതായത് അവരുടെ തന്നെ വീക്ഷണത്തിൽ മുഹറം 10 കർബലായിട്ടാണല്ലോ അവർ ബന്ധപ്പെടുത്തുന്നത്. ഹദീസുകളിലുള്ള മുഹറം 10 എന്ന് പറഞ്ഞാൽ അത് മൂസാ നബിന്റെ വിമോചനമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ അതിനെ നമ്മൾ ഇങ്ങനെയല്ല കോമമറേറ്റ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുന്ന ഷീഈ പരിഷ്കർത്താക്കൾ തന്നെ ഉണ്ട്. അപ്പോഴാണ് അദ്ദേഹം വന്നിട്ട് ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അദ്ദേഹം മനസ്സിൽ കാണുന്നൊരു ഷിയായിസ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇങ്ങനത്തെ എല്ലാ റിച്വൽസും ഉള്ള, അതായത് അവരുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് സെൻസിബിളായ ആൾക്കാർക്കൊന്നും ഏറ്റെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള റിച്വൽസ് ഉണ്ടല്ലോ. അദ്ദേഹം ഇപ്പൊ വക്കം മൗലവിയൊക്കെ ഇതിനെ എതിർത്തു എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പൊ വക്കം മൗലവിയുടെ മുസ്ലിം, അദ്ദേഹത്തിൻ്റെ ദീപിക, ഇതിലൊക്കെ നമ്മൾക്ക് ഇതിനെതിരെയുള്ള ഒരുപാട് ബോധവൽക്കരണങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഇത് ഷിയാക്കളതാണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടായി വന്നതെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ ഇതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ഷിയാക്കൾക്കെതിരെ ഉള്ളിൽ തന്നെ ഇതിനെതിരെ അവബോധം രൂപപ്പെടുന്നതിനൊക്കെ ഇത് അദ്ദേഹം ഒരു ഭയങ്കര സലഫി വഹാബി റെസ്പോൺസ് മാത്രമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ അതിലൊരു പ്രശ്നമുണ്ട്. പിന്നെ വക്കം മൗലവിയൊക്കെ ഈ മുസ്ലിമിലൊക്കെ അന്ന് കേരളത്തിൽ എന്താ നടന്നിരുന്നതെന്ന് വിവരിക്കുന്നു. അതൊക്കെ നമ്മൾ വായിച്ചാൽ അതൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ റെസറക്റ്റ് ചെയ്യണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ മുസ്ലിങ്ങൾ അത്രയും മാനം കെടുത്താനുള്ളൊരു പരിപാടി നമുക്കിതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഈ ജന്തുക്കളെ കടിച്ച് വലിച്ചെറിയുക, ഈ പുലിക്കളി മാത്രമല്ല, ഈ പുലിക്കളിനെ പറ്റി അദ്ദേഹം പറയുന്ന വളരെ രസമുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹം ഒരാളുടെ പഠനം ഉദ്ധരിക്കുന്നുണ്ട്. അതായത് പുലിക്കളി, അതായത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലേക്ക് പുലിക്കളി കടന്നു വന്നത് മുഹറം ആചാരങ്ങൾ എന്നാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതല്ല, അതായത് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കുറേ സമൂഹങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ ആചാരങ്ങൾ വേറൊരു സമൂഹത്തിനുള്ളിലേക്ക് കയറി പോകുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കുറേ കഴിയുമ്പോൾ ഇത് അവിടുന്ന് വന്നതാണ് എന്ന് പോലും ആർക്കും ഓർമ്മയില്ലാത്ത വിധത്തിൽ അത് സ്വാഭാവികവൽക്കരിക്കപ്പെടും. ഇപ്പോൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇതിനൊരു ഷീയി അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒറിജിൻ ഉണ്ടെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? എല്ലാവരും അതൊരു വളരെ സ്വാഭാവികമായൊരു ഹിന്ദു രൂപം. അതേപോലെ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് പലതും വന്നിട്ടുണ്ടാവൂലേ, തിരിച്ചും സംഭവിച്ചിട്ടുണ്ടാവൂലേ. അപ്പോൾ ആ തിരിച്ച് സംഭവിച്ച നമ്മൾ ഇസ്ലാമിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മളൊരു 1400 കൊല്ലമായിട്ട് മനുഷ്യന്മാർ പല കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ കുറേ ആചാരങ്ങൾ, പല സമൂഹങ്ങളിൽ നിന്ന് കടന്നു വന്ന ആചാരങ്ങൾ, ഇതാണ് ഇസ്ലാം എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അതല്ല, അള്ളാഹു അവൻ്റെ പ്രവാചകനിലൂടെ അവതരിപ്പിച്ച വളരെ ഡിവൈനായ ഒരു വേ ഓഫ് ലൈഫ് ആണ് എന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അങ്ങനെ അള്ളാഹ് അവതരിപ്പിച്ച ഒരു ആദർശം, ഒരു മതം, കർമ്മരീതികളാണെങ്കിൽ മുസ്ലിങ്ങൾ ചരിത്രത്തിൻ്റെ പുറത്ത് നിൽക്കുന്നൊരു ജനസമൂഹമല്ല, ചരിത്രത്തിൻ്റെ നിയമങ്ങൾക്ക് പുറത്ത് നിൽക്കുന്നൊരു ജനസമൂഹമല്ല. അവർക്കിടയിലേക്ക് പലതും കടന്നു വന്നിട്ടുണ്ടാവൂലേ? തീർച്ചയായിട്ടും. അപ്പം അത് നമ്മൾ ഖുർആൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെയാണ് നബി പഠിപ്പിച്ചത്, ഏതൊക്കെയാണ് ഈ രീതിയിൽ കടന്നു വന്നത് എന്ന ഒരു ജാഗ്രത നമ്മൾക്ക് ഉണ്ടാകണം എന്ന് പറയുന്നത് ഹിസ്റ്ററിനെ പറ്റി ബോധമുള്ള ആരും ആ ജാഗ്രതയെ അംഗീകരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. ഇതിൽ അദ്ദേഹം കേസരിയെ കോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇവിടെ കേരളത്തിൽ വന്ന ആദ്യ മുസ്ലിം പ്രബോധകർ അത് ഷിയാക്കളായിരുന്നു എന്നുള്ളത്. അതൊരു ചരിത്ര വസ്തുതയാണോ? എന്താണ്? അല്ല, അതൊരു ഒപ്പീനിയനാണ്. ഓക്കെ, അതൊരു ഒപ്പീനിയനാണ്. ഞാൻ പറഞ്ഞില്ല, അതായത് അത് നമ്മളൊരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ഒരു വിഷയമാണ്. അത് ആണെന്ന് അല്ലാന്നാണല്ലോ പൊതുവേ നമ്മൾ മനസ്സിലാക്കി വന്നത്. ഇപ്പോൾ കേസരിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടാവും, അതിൽ അദ്ദേഹത്തിന് കാരണങ്ങളുണ്ടാവും, അതിലാർക്കും അഭിപ്രായങ്ങൾ പറയാം. അത് പിന്നെ കൂടുതൽ റിസർച്ച് മുന്നോട്ട് പോകുമ്പോൾ അതല്ല ശരി, വേറെ ശരി പറയാം, പുതിയ ശരികൾ വരാം, അതൊക്കെ ഗവേഷണാത്മകമായി. പക്ഷെ അതിന് നോ തിയോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് ആണ് ഞാൻ പറയുന്നത്. അതിന് ഒരു തിയോളജിക്കൽ ഇംപ്ലിക്കേഷനും ഇല്ല. കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ അങ്ങനെ ഏറ്റവും ആദ്യം വന്നത് അവരായിരുന്നു എന്ന് വന്നാൽ തന്നെയും നമ്മൾ അതിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ എന്താണെന്ന് മാത്രമേ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമുള്ളൂ. അത് ഈ ഫോക്ലോറിനെ കുറിച്ച് എങ്ങനെ പറയുന്നു, ഓരോ നാട്ടിലും ഉണ്ടായ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വായനയെ കണ്ടെത്തിയതൊക്കെ. പിന്നെ അദ്ദേഹം പറയുന്നത് ഇതിനൊക്കെ ഇല്ലാതാക്കി കളഞ്ഞത് ഇവിടുത്തെ വഹാബി, അതുപോലെ തന്നെ സലഫി, പണ്ഡിതന്മാരാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ സംസാരത്തിൽ നിന്ന് ഇവിടുത്തെ മറ്റു പണ്ഡിതന്മാർ, പരമ്പരാഗത പണ്ഡിതന്മാർ ഷിയായിസത്തെ കൃത്യമായിട്ട് എതിർത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, എതിർത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അവർ വളരെ
ശക്തമായിട്ടാണ് എതിർത്തത്. അത് ഇവിടെ മാത്രമല്ല. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സംവാദങ്ങൾ വളരെ ലൈവാണ്. അവിടെ ഷീകളും സുന്നികളും തമ്മിൽ ഒരുപാട് സംവാദങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ അഹ്ലെ ഹദീത്തുകാരായ സലഫികളായ പണ്ഡിതന്മാരുണ്ട്. അവർ ഒരുപാട് ലിറ്ററേച്ചർ ഈ വിഷയത്തിൽ ബോധവൽക്കരിച്ച് എഴുതുന്നുണ്ട്. ഷിയാക്കൾ തിരിച്ചു എഴുതുന്നുണ്ട്. പക്ഷെ അവർ മാത്രമല്ല, നമ്മളീ പറയുന്ന ദൈവബന്ദി മൂവ്മെൻറ്റ്, ഈ ദൈവബന്ദി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഷിയാക്കൾക്കെതിരെ ശക്തമായ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. ദൈവബന്ദി മൂവ്മെൻറ്റ് അല്ല, ബറേൽവി മൂവ്മെൻറ്റ്. ബറേൽവി മൂവ്മെൻറ്റ് പോലും ഷീകൾക്കെതിരെ അവരുടെ ഈ സ്ഥാപക നേതാവ് അടക്കം, അദ്ദേഹം പൊതുവിൽ ഈ ദർഗകളിൽ നടക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിനൊക്കെ വളരെ ശക്തമായി ന്യായീകരിക്കുകയും സലഫികളെ ശക്തമായി എതിർക്കുകയും ചെയ്ത ആളാണ്. പക്ഷേ അദ്ദേഹം പിന്നെ അഹമ്മദ് റിസാ ഖാൻ ബറേൽവി എന്ന് പറയുന്നത് അദ്ദേഹം ഷിയാക്കൾക്കെതിരെ ഒരുപാട് എഴുതിയ ആളാണ്, സംസാരിച്ച ആളാണ്, ബോധവൽക്കരിച്ച ആളാണ്. ഇത് എനിക്ക് അറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത്. കാരണം ഒരു അത് എങ്ങനെയാണ് അതിനെ ഫ്രെയിം ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം സലഫികൾക്കെതിരിൽ വളരെ ശക്തമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇത് സലഫികൾക്കെതിരായ ഒരു ക്യാമ്പയിനാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ സുന്നികളെ അല്ലെങ്കിൽ ജമാഅത്തുകാരെ ഒക്കെ പിന്നെ ഈ ഒരു പിന്നെ ഷീ റട്ടറിക്കിൻ്റെ കൂടെ നിർത്താനുള്ള, അള്ളാഹു അലമേ ഞാൻ പറയണത്, അങ്ങനത്തെ ഒരു തീരെ വളരെ ദുരുപദിഷ്ടമെന്ന് തോന്നാവുന്ന ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം ചരിത്രം പഠിക്കുന്ന ഒരാളാണല്ലോ, ചരിത്രം പരിശോധിക്കുന്ന ഒരാളാണല്ലോ. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെ പലപ്പോഴും ആ സൂചനകൾ വരുന്നുണ്ട് താനും. അതായത് കേരളത്തിലൊരു സുന്നി ട്രഡീഷൻ ഈ ഷീഈ നിലപാടുകൾക്കെതിരെ ശക്തമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാ എന്നാണ് സ്വയം പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് തന്നെ. അവർ സുന്നി, അതായത് ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള നിലക്ക് സുന്നി എന്നൊരാൾ പറയുമ്പോൾ സ്വയം സുന്നികൾ എന്ന് പരിചയപ്പെടുത്താൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സുന്നി ഷീ ബൈനറി എന്നാണല്ലോ ശരിക്കും സുന്നി എന്നുള്ളത് വരുന്നത്. അതായത് സ്വയം പരിചയപ്പെടുത്താനുള്ളൊരു ഡിനോമിനേഷണൽ ടാഗായിട്ട് തന്നെ ഈ സുന്നി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഷീകൾക്കെതിരായിരിക്കും എന്നുള്ള കാര്യം വളരെ ക്ലിയർ അല്ലേ? അതായത് ഇപ്പം സമസ്തയും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിൽ ഷീകളുടെ ചില ആശയങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് സമസ്തക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർ ഷീകൾക്കെതിരാണ്, അവർ ഷീകളെ ഡിസ്മിസ് ചെയ്യാൻ ശ്രമിക്കുന്നു, സ്വയം സുന്നി എന്ന് പരിചയപ്പെടുത്തുന്നു. കേരളത്തിലുണ്ടായ ഷീഇ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ട്രെൻഡുകൾക്കെതിരെ അവർ ശക്തമായി നിലകൊള്ളുന്നു, ബോധവൽക്കരണം നടത്തുന്നു. ഇതിനൊക്കെ നമ്മൾ എങ്ങനെ തേച്ച് വായിച്ച് കളയുക? ഇതിനൊന്നും നമുക്ക് തേച്ച് വായിച്ച് കളയാൻ കഴിയില്ല, അത് സ്വാഭാവികമാണ്. അപ്പോൾ അതൊരു സെലഫികൾക്ക് മാത്രമുള്ള എന്തോ ഒരു പ്രശ്നമാണ് ഇത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അവതരണം തീരെ സത്യസന്ധതയില്ലാത്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു ഷിയാ സ്വാധീനം എങ്ങനെയാണ് കേരളത്തിൽ? ഇപ്പോൾ ഒരു ഇറാൻ വിപ്ലവത്തിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇറാനിലുണ്ടായ ഷിയാ വിപ്ലവത്തിന് ശേഷം കുറേ ആളുകൾ ഇത് ഏറ്റെടുക്കാൻ, അതൊരു വിപ്ലവത്തോടുള്ള താല്പര്യമായിട്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വളർച്ച ഏതെങ്കിലും തരത്തിൽ രൂപപ്പെട്ടു? അങ്ങനെ വളർച്ച, അതായത് ആശയങ്ങൾ ഇവിടെ എത്താൻ പല നിമിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ മാത്രമൊന്നും ഷിയാക്കൾ ഇവിടെ ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഡിസ്കഷൻ നമ്മൾ നടത്തുന്നത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ള നിലക്കല്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരെടുത്ത ഒരു സർവേയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് ഒരു 60%, 40% കേരളത്തിലൊരു ഷിയാ സുന്നി. വയനാട് പിന്നെ ബ്രിട്ടീഷുകാർക്ക് ടിപ്പ് കൊടുത്തതിന് ശേഷം പിന്നീട് നടക്കുന്ന ഒരു സർവേയെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അത്ര വലിയ പ്രാതിനിധ്യം ഇവിടെ ഷിയാക്കൾക്ക് ഉണ്ടായി. ഇവരാണ് ഈ കൊണ്ടോട്ടി കൈക്കാരാണ്, അത് കൊണ്ടോട്ടി ഷെയ്ഖിൻ്റെ അനുയായികളാണ്. അവരെ ബ്രിട്ടീഷുകാർ സെൻസസിൽ ഷീകൾ എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുകയാണ്. അത് പക്ഷെ അവര് അത് മാറ്റണം എന്നാണ് പറഞ്ഞത്. ഞങ്ങളതല്ല എന്നാണ് പറഞ്ഞത്. അതാണോ അല്ലേ എന്നല്ല ഞാൻ പറയണത്. അതായത് അവർ വിശ്വാസപരമായി കർമ്മപരമായി ഷീകളാണോ അല്ലേ എന്നുള്ളതല്ല, അതിപ്പോൾ നമ്മളൊരു വിഷയമല്ല. അവർ സ്വയം ആ പിന്നെ ആരോപണത്തെ നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതേസമയം അവരെ എതിർത്ത പൊന്നാനി പക്ഷം ചൂണ്ടിക്കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ പറയുമ്പോഴും ഷിയാക്കളുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാര രീതികളാണ് അവരുടെ കയ്യിലുള്ളത്. അഹ്ലുസുന്നത്തിന് വിരുദ്ധമായ തികച്ചും ഷീഇ എന്ന് പറയാവുന്ന കുറേ നിലപാട്, അതിങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടാൻ കാരണം അതൊരു അപൂർവത ആയതുകൊണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും അതൊരു മെയിൻ സ്ട്രീം അല്ലാത്തത് കൊണ്ടല്ലേ? അപ്പോൾ ആ ഒരു കാര്യമാണ് അങ്ങനെ ഉണ്ട്. അതായത് അത് സ്വാഭാവികമായിട്ടുണ്ട്. സുന്നികൾ എന്ന് പറയുമ്പോഴും ഷിയാക്കളുടേതെന്ന് പറയാവുന്ന ചില നിലപാടുകളൊക്കെ അവിടെയും ഇവിടെയും പലപ്പോഴും സമുദായത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം. അത് വളരെ കൃത്യമായി എന്ന് തുടങ്ങി എവിടെ തുടങ്ങി എന്ന് ചോദിച്ചാൽ
അത് ചരിത്രപരമായി നമ്മൾക്ക് എന്താ പറയുക, നമ്മൾക്ക് കൗതുകമുള്ളൊരു അന്വേഷണം നമുക്ക് അറിഞ്ഞൂടാ. അതായത് വളരെ കൃത്യമായി പിൻ പോയിന്റ് ചെയ്യാം നമുക്ക്. എന്താ വെച്ചാൽ ഈ ഇങ്ങനത്തെ ലിറ്ററേച്ചർ വെച്ചിട്ട് ആ ലിറ്ററേച്ചറിൻ്റെ ഒക്കെ പീരീഡ് നോക്കിയിട്ട് ആ സമയത്ത് ഇങ്ങനെ ഒരു ആശയം എത്തി എന്നേ നമ്മൾക്ക് പറയാൻ കഴിയുള്ളൂ. അതിന് മുമ്പ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതിപ്പോൾ നമ്മളിപ്പോൾ ഭയങ്കര എന്ന് വിചാരിക്കുന്ന ഇറാൻ അതെ, ഇറാൻ ഒരു രാജ്യം അല്ലായിരുന്നല്ലോ. അല്ല, സുന്നി. ഒരു ഭയങ്കര ഒരു സുന്നി സ്ട്രോങ് ഹോൾഡ് എന്ന് പറയാവുന്ന ഒരു സ്ഥലമായിരുന്നു ശരിക്കും ഇറാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഇപ്പോൾ ഈ സൊഫവി ഇറാൻ നിലവിൽ വരുന്നതോടുകൂടിയാണ് ഇപ്പോൾ അവിടെ പിന്നെ ഷിയാക്കൾക്ക് ഇസ്നാശരി ഷീയിസം എന്ന് പറയുന്ന ഒരു ആശയത്തിന് അവിടെ അങ്ങനത്തെ ഒരു പ്രാബല്യം വരുന്നത് അവരുടെ ഒരു രാഷ്ട്രീയാധികാരം വെച്ചിട്ടുണ്ടായ ഒരു പ്രാബല്യമാണത്. അങ്ങനെയാണ് ആ ഒരു പ്രോവിൻസ് മൊത്തം ഒരു ഷിയ ഇതിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ ഒന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ആശയങ്ങൾ അവിടെയും ഇവിടെയൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒരു കമ്മ്യൂണിറ്റി ഒന്നും അതിൻ്റെ ഫലമായിട്ട് രൂപപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചരിത്രാഖ്യാനത്തിൽ ഒരു ഷിയ ചരിത്രത്തോട് നീതി പുലർത്തുന്ന രൂപത്തിലാണ് ഇവിടെയുള്ള സലഫികളാണെങ്കിലും എല്ലാവരും ചരിത്രം എഴുതിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്, കോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എങ്ങനെയാണ്? ഈ സഹാബിമാരുടെ ചരിത്രം, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലൊക്കെ ഒരു നിലപാട് എങ്ങനെയാണ് പുലർത്തിയിരുന്നത്? ഇതിപ്പോൾ നമ്മൾ ഈ ചരിത്രത്തിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങൾ, എഴുത്തുകൾ എന്നൊക്കെ പറയുന്നത് അത് ഓരോ മനുഷ്യർ അവരുടെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുന്ന കാര്യമാണ്. അത് ആരെഴുതുന്നതായാലും അതൊന്നും നമ്മൾ പിന്നെ തെറ്റുപറ്റാത്ത രേഖകളാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമല്ല. അത് സലഫികൾ എന്ന് പറയുന്നവരോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്കാരോ അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോ, അതായത് സുന്നി പ്രസ്ഥാനങ്ങളാണല്ലോ ഈ പ്രസ്ഥാനങ്ങളൊക്കെ. അപ്പോൾ ആ സുന്നി പ്രസ്ഥാനങ്ങൾ പ്രസിദ്ധീകരിച്ച ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളിൽ പിന്നെ ചരിത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ സ്വാധീനം എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ എഴുതിയ ആളുകളുടെ മനസ്സിലാക്കലിൻ്റെ ഒരു പരിമിതി എന്നതിന് പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ അതുകൊണ്ട് അത് ശരിയാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചരിത്രത്തിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ശരിയാവില്ല. അപ്പം ഇവരാരെങ്കിലും എഴുതിയ ചരിത്രത്തിൽ, അത് ആരുടെ ചരിത്രത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാവാലോ, എഴുത്തുകൾ, രചനകൾ എവിടെ അബദ്ധങ്ങൾ ഉണ്ടായി. ഞാൻ പറയണത് എന്താ വെച്ചാൽ ഇവരെഴുതിയത് അബദ്ധമാണെന്നോ അവരെഴുതിയത് ഷിയായിസാണെന്നോ എന്നല്ല ഞാൻ പറയണത് അത് വേറെ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ അതിനൊരു കൂടിയ റെലവൻസ് ഇല്ല എന്നാണ് ഞാൻ പറയണത്. അവരെന്തെഴുതി എന്നുള്ള വിഷയത്തിനൊരു ഭയങ്കരമാനമായ പ്രസക്തിയൊന്നും ഈ വിഷയത്തിലില്ല. കാരണം ഇവരാരും എന്ന് പറഞ്ഞത് എത്ര കാലത്തിന് ശേഷമാണ് ഇതൊക്കെ എഴുതുന്നത്. ഒരുപാട് കാലത്തിന് ശേഷം ഇറങ്ങിയ കുറച്ച് മലയാള പുസ്തകം നമ്മൾ എടുത്തു കൊണ്ടുവന്നിട്ട് അതിലേതെങ്കിലും പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഒഴുക്കിനുള്ള ഏറ്റവും ആധികാരികമായ തെളിവുകളായി നമ്മളത് അവതരിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് ഒരർത്ഥമില്ല. അതല്ലല്ലോ ഈ ചരിത്രത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇത് മാത്രമല്ല, നമ്മൾ പറയുന്ന ഇസ്ലാമിക് ഹിസ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് ക്ലാസിക്കൽ ടെക്സ്റ്റ് ബുക്കുകളാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ കുറേ മുമ്പ് എഴുതപ്പെട്ട പുസ്തകങ്ങൾ തന്നെ നമ്മൾ എടുക്കുക. ഇത് അള്ളാഹു അവതരിപ്പിച്ച ഖുർആനല്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ നിന്നുള്ള നറേഷൻസ് അല്ല. ഇത് ചരിത്ര പുസ്തകങ്ങളാണ്. ആ ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു ഡിവൈൻ പിന്നെ അതോറിറ്റി ആ പുസ്തകങ്ങൾക്കില്ല. അത് നമ്മളിപ്പോൾ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ് എന്നൊക്കെ പറയുന്ന ചരിത്രരചനാ രീതിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയാൽ, അതിൻ്റെ ആഴത്തിലേക്ക് പോയാൽ നമ്മൾക്കറിയാം നറേറ്റീവ്സ് രൂപപ്പെടുന്നത് എങ്ങനെയാണ്. ആ നറേറ്റീവ്സ് ഓരോരുത്തരും അവരുടെ ആ ബയാസുകൾ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾക്ക് വളരെ ക്ലിയറായി നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആധുനിക മലയാള പുസ്തകങ്ങൾ എന്നല്ല, ക്ലാസിക്കൽ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകൾ പോലും ഒരു തെറ്റും പറ്റാത്ത സംഭവങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ അവതരിപ്പിക്കുന്നതിൽ അർത്ഥമല്ല. അപ്പം നമ്മൾ ഈ ക്രിറ്റിക്കൽ മെത്തേഡ്സ് പരിശോധിച്ചിട്ട് അതിൻ്റെ സനദുകളൊക്കെ നോക്കി വളരെ കൃത്യമായി പരിശോധിച്ച് ഏതാണ് ശരിയായ ചരിത്രം ഏതാണ് തെറ്റായ ചരിത്രം എന്ന് പരിശോധിക്കുമ്പോഴേ അതിൽ എന്തെങ്കിലും ഒരു നമ്മളതിൽ മറുപടി പറയാൻ ബാധ്യസ്ഥമാകുന്ന എന്തെങ്കിലും ഒന്ന് അതിലേ ഉള്ളൂ. ഞാൻ പറയുന്നത് വളരെ ആധുനികമായ മലയാള പുസ്തകങ്ങൾ പോയിട്ട് വളരെ പൗരാണികമായ അറബി പുസ്തകങ്ങൾ നമ്മൾ എടുത്തു കൊണ്ടുവന്നാൽ പോലും അതിലെ ഒരു പരാമർശം അത് നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥമാകുന്നത് കുറേ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ്. ഇനി അതിനേക്കാൾ കടന്നൊരു കാര്യം എനിക്ക് പറയാൻ തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മൾ വെരിഫൈഡ് ആയിട്ടൊരു സംഭവം ഉണ്ട് എന്ന് വിചാരിക്കുക, വളരെ വെരിഫൈഡ് ആയൊരു സംഭവം ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ കർബല നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ കർബലയിൽ കുറേ ക്രൂരതകൾ നടന്നു. അവിടെ ഇബ്നു സിയാദിൻ്റെ സൈന്യം അങ്ങനെ ചെയ്തു. പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു നേരിട്ട ക്രൂരതകൾ എന്ന് പറയുന്ന കാര്യം ഇത് ചരിത്രത്തിലുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കണം, നമ്മളുടെ തിയോളജിനെ അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യണത്? ഇത് എന്നാ നടന്നത്?
ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മരണം കഴിഞ്ഞ് പിന്നെ ഈ 4 ഖലീഫമാരുടെ കാലം കഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ ഭരണം കഴിഞ്ഞ് അതും കഴിഞ്ഞിട്ട് യസീദിൻ്റെ കാലത്ത് നടക്കുന്ന ഒരു സംഭവമാണിത്. ആ സംഭവം നടന്നു എന്നതുകൊണ്ട് നമ്മളുടെ തിയോളജിയിൽ എന്തെങ്കിലും മാറ്റം വരുമോ? നമ്മളുടെ ഫിഖ്ഹിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിക്കുന്നതോടുകൂടി അന്ന് പെർഫെക്റ്റ് ആയൊരു മതമാണത്. അന്ന് നമ്മൾക്ക് കിട്ടിയൊരു അഖീദയാണത്. അന്ന് നമ്മൾക്ക് കിട്ടിയൊരു ഫിഖ്ഹാണത്. അത് അവിടുന്നാണ് നമ്മളത് എടുക്കേണ്ടത്. അല്ലാതെ കുറേ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു സംഭവം നടന്നു എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇതിനെല്ലാം കൂടി ഒരു മാറ്റം വരുന്നത് എങ്ങനെയാണ്? നമ്മൾക്ക് ഷിയാക്കളോടുള്ള വിയോജിപ്പ് അതാണ്. അതായത് ഈ ഹിസ്റ്ററിനെ കൊണ്ടുള്ള ഒരു ഒബ്സഷൻ ഉണ്ടല്ലോ, ആ ഒബ്സഷൻ ഒരു പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ഒരു പ്രീ കർബല നമ്മളീ പറയുന്ന ഇങ്ങനത്തെ ഒരു ഷീസം ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് നമ്മളീ പറയുന്ന അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ലെജിറ്റിമേറ്റ്, പറഞ്ഞാൽ ഇവരൊക്കെ സഹാബിമാരാണ്. ആ സഹാബിമാരിൽ ദറജകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകാം. ആ ദറജകൾ നമ്മൾ നോക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് പലപ്പോഴും അലി റളിയല്ലാഹു അൻഹുവിൻ്റെതായ ഒരു ഉയർന്ന സ്ഥാനമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെതായ ബ്ലെസ്സിങ്സ് ഉണ്ട്. അപ്പം ഇതിലൊക്കെ നമ്മൾ എവിടെയാണ് ശരി, എവിടെയൊക്കെയാണ് തെറ്റ് എന്നൊക്കെ നമ്മൾക്കൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ അഭിപ്രായങ്ങൾ നമ്മൾ അതിനങ്ങോട്ട് എക്സാജറേറ്റ് ചെയ്തിട്ട് അതിനൊരു ഹെയ്റ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഹീസ് ഇൻസിനുവേറ്റിംഗ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കെ എം മൗലവിനൊക്കെ പറയുന്നത്, ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോൻ്റെ ആദ്യത്തെ ഭാഗം കണ്ടപ്പോൾ കെ എം മൗലവിനെ പറ്റി അദ്ദേഹം പറയുന്ന ഭാഗങ്ങൾ കേട്ടപ്പോൾ ഞാനിങ്ങനെ, അതായത് വസ്തുതാപരമല്ല അവതരണം എന്നതുകൊണ്ട് എനിക്കൊരു പ്രയാസം തോന്നിയിരുന്നു. പക്ഷേ എൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ആക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ പിന്നെന്ത് കെ എം മൗലവി. ഞാൻ പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന ഒരാൾ, അദ്ദേഹം പിന്നെ കെ എം മൗലവിനെ ആക്ഷേപിക്കുന്ന അത്ര സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കെ എം മൗലവി എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ തലമുറകൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ അടുത്ത കാലത്ത് ജീവിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്, കെ എം മൗലവിൻ്റെ ഒരു വലുപ്പം, അതൊക്കെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഒരു ജെന്യൂനായി ഹിസ്റ്ററി നോക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ആദർശപരമായ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരാൾ വളരെ ജെന്യൂനായിട്ട് കേരളത്തിൻ്റെ ചരിത്രം പഠിച്ചിട്ട് അദ്ദേഹത്തിന് കെ എം മൗലവിനോട് വിയോജിക്കാൻ തോന്നുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതിൽ മതപരമായി അങ്ങനെ തന്നെ ഒരു പ്രശ്നമൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അതായത് വിയോജിക്കുക പോലും അല്ല, ഞാൻ പറഞ്ഞ വെറുക്കുകയാണ്. അതായത് ഈ ഒരു ഗ്രാൻഡ് പ്രൊജക്റ്റ് ഓഫ് ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടുള്ള വെറുപ്പ്, ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള വെറുപ്പ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള വെറുപ്പ്, ആയിഷ റളിയല്ലാഹു അൻഹുവിനോടുള്ള വെറുപ്പ്, ഈ വെറുപ്പൊക്കെ കൂടി കെട്ടുംപാണ്ടാക്കി പരലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാധനമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് ഒരു സാധാരണ മുസ്ലിം സഹോദരനെ പോലും നമ്മൾ വെറുക്കാൻ പാടില്ല എന്നാണ്. ഇവരൊക്കെ ആരാണ്? ഇവരെക്കാൾ വലിയ മുസ്ലിങ്ങളില്ല, ഇവരെക്കാൾ നല്ല മുസ്ലിങ്ങളില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഷിയായിസത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ ചെയ്യുന്നത്, അവരിങ്ങനെ ഇസ്ലാമിക് ഹിസ്റ്ററി നോക്കുന്നു. ആ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ സഹാബിമാർക്കിടയിലൊക്കെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ അതിനെ പ്രൊപ്പോഷനേറ്റ് അല്ലാത്ത വിധത്തിലേക്ക് അതിനെ ഊതി വീർപ്പിക്കുന്നു. എന്നിട്ട് അതിൽ ഒരു പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പക്ഷത്ത് നിൽക്കാത്ത സഹാബിമാരോട് വിയോജിപ്പുകളല്ല, വെറുപ്പാണ്. ആ വെറുപ്പിനെ ശാപപ്രാർത്ഥനയാക്കി മാറ്റുകയാണ്. ആ സഹാബിമാരെ ഒരു കണക്കിന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ആ തരത്തിൽ ഈ ചരിത്രത്തെ എന്നിട്ട് പൊലിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഉള്ളതിനേക്കാളധികം കുറേ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുകയാണ്, മിത്തുകൾ ഉണ്ടാക്കുകയാണ്. അതാണ് നമ്മൾ നേരത്തെ പക്ഷിപ്പാട്ട് എന്നൊക്കെ പറയുന്നത്. ആ മിത്തുകൾ ഇങ്ങനെ പോയി അതിനിങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് നബിൻ്റെ കാലത്തേക്ക് അടക്കം കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ അലി റളിയല്ലാഹു അൻഹുവിനെ എന്തോ വലുതാക്കാനും ബാക്കിയുള്ളവരെ ചെറുതാക്കാനും വേണ്ടിയിട്ട് എല്ലാവർക്കും കെട്ടുകഥകളാണെന്ന് അറിയാവുന്ന കഥകൾ ഉണ്ടാക്കണം. ആ കഥകൾ ഇങ്ങനെ പരമ്പരയായിട്ട് ഈ വെറുപ്പ് ഇങ്ങനെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് മതം എന്ന പേരിൽ ഇങ്ങനെ ഇമ്പാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പോൾ അസീം ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ നമ്മളെ നാട്ടിൽ വളരെ സീനിയറായ 2 സ്കോളേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. ഒരു ഫ്രണ്ട്സാണ്, ഒരു നല്ല വിശ്വാസികളാണ്, നല്ല മുസ്ലിങ്ങളാണ്. ഒരു തമ്മിൽ ഒരു 10-30 കൊല്ലം ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും 3-4 അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നിലപാടെടുക്കാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഒരു ചെറിയ കുട്ടിയുണ്ടെന്ന് വിചാരിക്കാം നാട്ടിൽ, അങ്ങനെ പ്രത്യേകിച്ച് ഇസ്ലാമിനൊരു കോൺട്രിബ്യൂഷൻ എന്നുള്ള ആളല്ല, വളരെ യങ്സ്റ്ററാണ്.
അവന് പോയിട്ട് ഇതിൽ ഇടപെട്ടിട്ട് ഇതിൽ പക്ഷം പിടിച്ച് വർത്താനം പറയാൻ തുടങ്ങുന്നോട് തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പറയണത് ഓക്കെയാണ്, കാരണം ഇവർ ഒരേ പിന്നെ സ്റ്റാറ്റസ് ഉള്ള ആ തരത്തിലുള്ള ആൾക്കാരാണ്. ഇവരെ അഭിപ്രായ വ്യത്യാസം പരസ്പരം റെസ്പെക്റ്റ് നിലനിർത്തിക്കൊണ്ട് അവരെന്തെങ്കിലും പറയുന്നതും അതിലേക്ക് പോയിട്ട് പോലെ ഒരാൾ കയറി നിന്നിട്ട് അതിൽ പക്ഷം പിടിച്ചിട്ട് ഒരാളെ ആക്ഷേപിക്കാൻ തുടങ്ങുന്നതും ആ മറ്റേ ആൾ സമ്മതിക്കൂല. അതെ. ഞാൻ പറയണത് ഇവർ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു പറ്റി പറയണത് അലി റളിയല്ലാഹു സമ്മതിക്കൂല. അദ്ദേഹത്തിന് ഇത് ഒരിക്കലും സമ്മതമാവൂല. കാരണം അദ്ദേഹത്തിന് അറിയാം, കാരണം അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഉസ്മാൻ റളിയല്ലാഹു എല്ലാം ഖിലാഫത്തിന് കീഴിൽ അതിന് ബയ്യത്ത് ചെയ്ത് ജീവിച്ച മനുഷ്യനല്ലേ, അവരൊക്കെ അങ്ങേറ്റം റെസ്പെക്ട് ചെയ്ത ആളല്ലേ. അപ്പോൾ അതാണ് ഈ ഷിയായിസത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഹിസ്റ്ററിനെ കൊണ്ടുള്ള അങ്ങനത്തെ ഒരു ഒബ്സഷൻ, അതാണ് ഞാൻ പറയണത്, ആ ഒരു ഒബ്സഷൻ. അപ്പോൾ ആ ഒബ്സഷൻ കൊണ്ടാണ് ഈ ഹദീസുകളൊന്നും സ്വീകരിക്കാൻ പറ്റാതെ വരുന്നത്. അതായത് നബിൻ്റെ സഹാബിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, കാരണം ഈ സഹാബിമാരോടുള്ള ദേഷ്യം കൊണ്ട് ഈ ഹദീസുകളെ തള്ളുകയാണ്. ഹദീസുകളെ തള്ളുമ്പോൾ ഫലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കാത്ത അവസ്ഥ വരികയാണ്. ഇതിൽ വളരെ ക്ലാരിറ്റി ഉണ്ട് തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇതിൽ പിന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു 1920 വരെ ഒരു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കോട്ട് ചെയ്യാണ്, എതിരഭിപ്രായമില്ലാത്തൊരു ഒറ്റ ഇസ്ലാം അതായിരുന്നു ഇവിടെ കേരള സമൂഹത്തിൽ നിലനിന്നിരുന്നത്. പിന്നെ അതിലെ ഒക്കെ നശിപ്പിച്ച് പിന്നെ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു സലഫിസത്തിൻ്റെ ഒരു കടന്നുവരവോട് കൂടിയാണ്. ഈ നവോത്ഥാനം എന്ന് വിളിക്കുന്ന പ്രക്രിയ, അതാണ് ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ കെ എം മൗലവിയുടെ കോൺട്രിബ്യൂഷനെ വളരെ ചെറുതാക്കിക്കൊണ്ട് സംസാരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മളെങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഇതിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുസ്വരതയുടെ പ്രാധാന്യം പറയുന്നവരും ഈ ഏകദാനത എന്ന് പറയുന്നത് ഒട്ടും അഭിലഷണീയമല്ല എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവരും, അങ്ങനൊരു വളരെ ഏകശിലാത്മകമായൊരു ഇസ്ലാമിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് ഈ വഹാബികളാണ്, സലഫികളാണ്, ഇസ്ലാമിൻ്റെ വൈവിധ്യം നശിപ്പിക്കുക എന്ന് പറയുന്നവരും ഒക്കെയാണ്. പിന്നെ ഇവരെങ്ങനെ ഒരു ഒറ്റ ഇസ്ലാമിൻ്റെ മഹത്വം പറയണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതിലേക്ക് ഇപ്പോൾ റഷീദ് റിളൻ്റെ ആശയങ്ങളോ ഇബ്നു തൈമിയൻ്റെ ആശയങ്ങളോ കൂടി വന്നു ചേർന്നാൽ അത് കുറേ കൂടി വൈവിധ്യപൂർണമായ പിന്നെ പുതിയ ആശയങ്ങൾ കൂടി കടന്നു വന്ന കേരളം കൂടുതൽ സമ്പന്നമായി എന്നല്ല അവർ പറയേണ്ടത്. അത് വരുമ്പോൾ മാത്രം എന്തിനാണ് അതിനോടൊരു ഇൻടോളറൻസ് എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 921 വരെ ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു, മുസ്ലിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു എന്ന് പറയുന്നത് വളരെ റൊമാൻറ്റിസൈസ്ഡ് ആയ, പറയുന്നവർക്ക് തന്നെ കളവാണെന്ന് അറിയാവുന്ന, വെറുതെ കേരളത്തിലെ ഈ സംഘടനാ തർക്കങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി പറയുന്നൊരു ആശയമാണത്. അദ്ദേഹം തന്നെ ഖണ്ഡിക്കുന്നുണ്ട്, കൊണ്ടോട്ടി കയ്യും കഥയെന്ന് തന്നെയാണ് പറയണത്. അപ്പം അത് അങ്ങനെ ഇതെന്താ മലക്കുകളാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ? ഞാൻ പറയുന്നത് മനുഷ്യന്മാരല്ലേ. ഈ മനുഷ്യന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് തൊട്ടുടനെ തന്നെ ഇസ്ലാം ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് 1400 കൊല്ലം ഒരു തരത്തിലുള്ള അപഭ്രംശങ്ങളും ഇല്ലാതെ, ഒരു വ്യതിയാനങ്ങളും ഇല്ലാതെ, ഒരു തിരുത്തലുകളോ ആവശ്യമില്ലാത്ത വിധം ഇൻടാക്റ്റായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീന് അതങ്ങനെ ഇവിടെ നിലനിന്നു എന്ന് പറഞ്ഞാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ കേരളത്തിൽ നല്ല ലോകത്തെ എവിടെയും നിലനിൽക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന് തന്നെ എതിരാണ്. കാരണം ഈ സമൂഹത്തിലെ എല്ലാ അപഭ്രംശങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് തെജ്ദീദ് ആവശ്യമായി വരുന്നത്, അതുകൊണ്ടാണ് തിരുത്തലുകൾ ആവശ്യമായി വരുന്നത്. അത് കാലാകാലങ്ങളിൽ പലരും നിർവഹിച്ചത് അതുകൊണ്ടാണ്. ഇപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലുള്ള ഒരാൾ എന്ന് പറയുന്നത് ഇവിടെ ഷാഫി മദ്ഹബ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു നവോത്ഥാനം വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന് ആ ധർമ്മം, ആ ദൗത്യം, അദ്ദേഹം വൈജ്ഞാനികമായ നവോത്ഥാനം നിർവഹിക്കേണ്ടത് വരുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ മുസ്ലിങ്ങൾ ദീനിൻ്റെ ചിട്ടവട്ടങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടി അദ്ദേഹം പള്ളി ദർസുകൾ ഉണ്ടാക്കുന്നു, അതിനൊരു സംവിധാനം ഉണ്ടാക്കുന്നു, ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു, അതുവഴി ആൾക്കാർ ഫിഖ് പഠിപ്പിക്കപ്പെടുന്നു, നിസ്കാരങ്ങൾ സജീവമാകുന്നു. അതൊരു ഇടപെടലല്ലേ. ആ ഇടപെടൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഇടപെടേണ്ടത് അത്യാവശ്യമായൊരു സാമുദായിക പരിസ്ഥിതി അതിന് മുമ്പ് ഇവിടെ കഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയാണ് ഓരോ കാലത്തും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ മക്തി തങ്ങളാണെങ്കിലും മക്കം മൗലവി ആണെങ്കിലും ഒക്കെ ഓരോ കാലത്തിനോട് ഒരു റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശരി. പിന്നെ അദ്ദേഹം എന്താണ് പിന്നെ കെ എം മൗലവി ഒളിച്ചോടി അതെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരികളായ സഹാബിമാർക്കൊക്കെ ശേഷം, അവർക്കൊക്കെ ശേഷമുള്ള ആളുകൾ, പ്രത്യേകിച്ചും പിൽക്കാലക്കാരായ പണ്ഡിതന്മാരാണെങ്കിലും പ്രബോധകരാണെങ്കിലും പരിഷ്കർത്താക്കളാണെങ്കിലും അവരൊന്നും അപ്രമാദിത്വമുള്ള ആൾക്കാരാണെന്നോ അവർക്കൊന്നും എന്തെങ്കിലും എന്താ പറയുക അവരോട് വിയോജിക്കേണ്ട ഒരു സന്ദർഭം നമ്മൾക്ക് ഉണ്ടാകില്ല എന്നോ ഒന്നും വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻസിലല്ല ഞാനിതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഷിയാക്കൾക്കിടയിൽ ശരിക്കും ഇപ്പോൾ പല ഇമാമുമാരെ പറ്റിയൊക്കെ ആ രീതിയിലുള്ളൊരു സങ്കല്പം അവർക്കുണ്ട്. പക്ഷേ
അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് മനുഷ്യനോടും ഖുർആൻ്റെയും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് യോജിക്കാം, വിയോജിക്കാം. പിന്നെ നിലപാടുകൾ എന്നുള്ളതിലപ്പുറത്ത് വീഴ്ചകൾ, കുറവുകൾ, അബദ്ധങ്ങൾ, തെറ്റുകൾ എന്നൊക്കെ പറയുന്നത് ഏത് മനുഷ്യനും ഉണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതല്ലാത്ത അങ്ങനെ ആ നിലക്കുള്ളൊരിതുണ്ടല്ലോ, ഒരു ഹോളിനെസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മനുഷ്യൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് അത് വലിയ പണ്ഡിതന്മാർക്ക് പോലും അത് നമ്മൾ സങ്കല്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ കെ എം മൗലവിക്കെതിരെ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു വിമർശനം ഉന്നയിക്കുക, ഒരു വിയോജിപ്പ് പറയുക എന്നൊന്നും പറയുന്നത് അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതൊരു സംവാദത്തിൻ്റെ ഭാഗം മാത്രമാണ്, ആർക്കും അതിന് മറുപടി പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്ന ആ നിലക്കുള്ള ഒരു സംഭവം ഞാനിതിൽ കാണുന്നില്ല. പക്ഷേ അദ്ദേഹം നടത്തുന്നത് വിയോജിപ്പല്ല, അദ്ദേഹം നടത്തുന്നത് വിമർശനമല്ല. അതായത് തീരെ നീതിനിഷ്ഠമല്ലാത്ത ഒരു എന്താ പറയുക, ഒരു നിന്ന, ഒരു ഭത്സനം, അതിങ്ങനെ അങ്ങനെ ഒരു വേറൊരു ധ്വനിയിലൊക്കെ കാര്യങ്ങൾ സംസാരിച്ചിട്ട്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാൻ നമ്മളാരാ എന്ന് ചോദിക്കുന്നത് പോലെ ഈ കെ എം മൗലവി എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ പുതുക്കിപ്പണിതതിൽ ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് അത്രക്കും സെൻട്രലാണെന്ന് പറഞ്ഞാൽ കെ എം മൗലവിനെ മാറ്റി നിർത്തിയിട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ശക്തി പകർന്ന ഒരു സംരംഭത്തിൻ്റെയും ചരിത്രം നമ്മൾക്ക് പറയാൻ കഴിയില്ല. അത് ഇവിടുത്തെ മദ്രസ പ്രസ്ഥാനം ആണെങ്കിലും ശരി, ഖിലാഫത്ത് പ്രസ്ഥാനമാണെങ്കിലും ശരി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെങ്കിലും ശരി, മുസ്ലിം ഐക്യസംഘം ആണെങ്കിലും ശരി, കേരള ജമിയത്തുൽ ഉലമ ആണെങ്കിലും ശരി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെങ്കിലും ശരി, അതിൻ്റെ മുമ്പ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആണെങ്കിലും ശരി, നമ്മളീ പറയുന്ന പിന്നെന്താണ് നമ്മൾ കുറേ ഇപ്പോൾ ഈ അൽ മുർഷിദ് മാസിക, തിരൂരങ്ങാടി യത്തീംഖാന, പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബിക് കോളേജ്, റൗദത്തുൽ ഉലൂം അറബിക് കോളേജ്, ഫാറൂഖ് കോളേജ്, അതായത് നമ്മൾക്ക് ഇങ്ങനെ എണ്ണി ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നും ഭയങ്കര, അതായത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഹിസ്റ്ററി അത്രയധികം പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോയ ഒരുപാട് സംഭവങ്ങളാണ്. അപ്പം അതിൻ്റെയൊക്കെ ഉടലും ഉയരുമായി നിന്നൊരു മനുഷ്യനെ പറ്റി നമ്മളൊരു ചാരുകസേര ബുദ്ധിജീവിതം നയിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു വളരെ ഇൻസൾട്ടിങ് ആയ റിമാർക്സ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് കെ എം മൗലവിനെ പ്രത്യേകിച്ച് ബാധിക്കുന്നൊന്നുമില്ല. അത് നമ്മൾ അത്രയും ചെറുതാവുകയും നമ്മൾ സ്വയം അപമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഫിഗറിനോട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈവൻ ഇഫ് വി ആർ ഡിസഗ്രീയിങ്, അതിനൊരു ലാംഗ്വേജ് ഉണ്ട്, അതിൻ്റെ ഒരു ഭാഷ ഉണ്ട്. അത് ഈ രീതിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മിതമായി പറഞ്ഞാൽ എല്ലാ മര്യാദകളുടെയും സഭ്യതയുടെയും ഒരു അതായത് മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ഒരു ഡീസൻസി കളയുന്നൊരു കാര്യമാണിത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അദ്ദേഹം വന്നു പോയതാകാം, എന്താ ഞാൻ വിചാരിക്കുന്ന അദ്ദേഹം തന്നെ അത് കറക്റ്റ് ചെയ്യണമെന്നാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഒളിവ് ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ എന്നാണ് ഇത്രയും മോശമായ കാര്യം? നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ എല്ലാം വിപ്ലവ ഓർമ്മകളുടെ ഏറ്റവും ഈ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും ഹൃദയഹാരിയായി നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ടായത് ഈ പ്രയാസകരമായി അവർ നയിച്ച ഒളിവ് ജീവിതമാണ്. മാത്രമല്ല ഇവരെന്താ ഈ പറയണത്? അതായത് ഒരു കൊളോണിയൽ ഗവൺമെൻറ്, ഒരു അധിനിവേശ ഗവൺമെൻറ്, ആ അധിനിവേശ ഗവൺമെൻറ് ഇവിടെ നാനാവിധ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ആ അധിനിവേശ ഗവൺമെൻറ്റിന് പിടിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓരോ മുന്നിൽ പോയി നിന്നുകൊടുക്കലാണ് വിപ്ലവം എന്നാണോ ഇവരൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത്? ഞാൻ പറയണത് കെ എം മൗലവിയോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. ഞാൻ പറയണത് ആ വിഷയത്തിൽ കെ എം മൗലവിയോട് യോജിക്കുന്നതും വിയോജിക്കുന്നതും ഇസ്ലാമികമായ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഞാൻ പറയണേ, എൻ്റെ ഒരു ബുദ്ധി വെച്ച് ആലോചിച്ചിട്ട് ഇവരെന്താ ഇംപ്ലൈ ചെയ്യണത്? ഈ അവർക്ക് അറിയാലോ ഈ കൊളോണിയൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത്രയും പിന്നെ ഒരു അതിക്രമകാരികളുടെ ഒരു ഭരണകൂടമാണ്, ഒരു മർദ്ദക ഭരണകൂടമാണ്. ആ മർദ്ദക ഭരണകൂടത്തിൻ്റെ എതിരായ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നിൽ നേരെ ചെന്ന് കയറി കൊടുത്തിട്ട് അവരുടെ മുന്നിൽ കീഴടങ്ങലാണ്, അല്ലെങ്കിൽ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ നിന്നൊടുക്കലാണ് വിപ്ലവ പ്രവർത്തനം എന്നാണ് അവർ വിചാരിക്കുന്നത്. കെ എം മൗലവി ഒരു അധിനിവേശ വിരുദ്ധ കൊളോണിയൽ വിരുദ്ധ രാഷ്ട്രീയം ഇവിടെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നു. ആ രാഷ്ട്രീയം അദ്ദേഹം ഇവിടെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഗവൺമെൻറ് അദ്ദേഹത്തിനെതിരെ വാറണ്ട് പുറപ്പെടുവിക്കുന്നു, വേട്ടയാടുന്നു. അത് ആ ഗവൺമെൻറ്റിന് പിടികൊടുക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു അച്ചീവ്മെൻ്റ് അല്ലേ? അത് പൊളിറ്റിക്കലി തന്നെ ഒരു അച്ചീവ്മെൻ്റ് അല്ലേ? ഇത് കെ എം മൗലവി മാത്രമല്ല, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആൻറ്റി കൊളോണിയൽ മുസ്ലിം ഹീറോസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം പോണ്ടിച്ചേരിക്ക് പോവുകയാണ് ചെയ്തത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് പിടികൊടുക്കാതെ പോണ്ടിച്ചേരിക്ക് പോവുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതിലെന്താ പ്രശ്നം?
ഒരു പ്രശ്നമല്ല. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയെ പോലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ ജ്വലിച്ചു നിന്ന വേറെ ഒരുപാട് ആളുകളെ നമുക്ക് മലബാറിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയൂല. അദ്ദേഹം ഏതാണ്ട് കെ എം മൗലവി മടങ്ങി വന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം മടങ്ങി വരുന്നത് മലബാറിലേക്ക്. അപ്പോൾ ആമിനുമ്മാൻ്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്നത് നമ്മൾ ഈ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ ആൻറ്റി ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷനായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണത്. ഇതെഴുതിയ ആമിനുമ്മാൻ്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ താനൂരിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ 921 മലബാർ സമരം ഉണ്ടായതിനു ശേഷം അദ്ദേഹം ഇവിടെ അദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം അതിസാഹസികമായി അറേബ്യയിലാണ് പോണത്. മക്കയിലാണ് അദ്ദേഹം പിന്നെ ജീവിക്കുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വളരെ ഹീറോയിക്കായ അദ്ദേഹത്തിൻ്റെ വിപ്ലവ ജീവിതത്തിന് നിറഞ്ചാർത്തുന്നൊരു സംഭവമാണിത്. കാരണം ഈ ബ്രിട്ടീഷ് സ്ക്രൂട്ടിനെ മുഴുവൻ മുറിച്ച് കടന്നിട്ട് ഒരു മുസ്ലിം പണ്ഡിതൻ അവരുടെ എല്ലാ ചെക്ക് പോസ്റ്റുകളെയും മുറിച്ച് കടന്ന് അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ അത് അത്രയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. അതായത് കെ എം മൗലവിനെ എങ്ങനെയെങ്കിലും ബ്രിട്ടീഷുകാരെ പിടിച്ചുകൊണ്ടുപോയി തൂക്കിക്കൊല്ലേണ്ടിയിരുന്നു എന്ന ഒരു ദുരപതിഷ്ഠമായൊരു സ്വപ്നവും അത് നടക്കാതെ പോയതിലുള്ള ഈ സങ്കടവുമാണോ ഈ പറഞ്ഞു തീർക്കുന്നത് എന്ന് പോലും നമ്മൾക്ക് തോന്നുന്ന വിധത്തിൽ കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പ്രവർത്തകനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഇവിടുത്തെ പിന്നെന്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ നിലക്കുള്ള ട്രഡീഷനുള്ള ഒരാളാണ്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഒളിച്ചു കിടക്കുകയാണ് ചെയ്തത്, ഒളിവ് ജീവിതം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനൊരു കുഴപ്പമില്ല. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരോടും കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാരോടെല്ലാം മതപരമായി അവരുടെ ചില വ്യാഖ്യാനങ്ങളോട് നമുക്ക് വിയോജിപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ അവർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു, ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. അവർ ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വക്താക്കളായിരുന്നു. പിന്നീട് ഇവരുടെയൊക്കെ നിലപാടുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ചരിത്രപരമായി നോക്കും. ആ സമയത്ത് അവരുടെ നിലപാടുകൾ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്താ ചെയ്തത്? അദ്ദേഹം പിന്നെ പോലീസ് അദ്ദേഹത്തെ തിരയുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ നേരെ പോലീസിന് മുന്നിൽ പോയി നിൽക്കുകയാണോ ചെയ്തത്? അല്ല, അദ്ദേഹം ഒളിച്ച് നടക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പല സ്ഥലങ്ങളിലായി ഒളിവ് ജീവിതം നയിക്കുകയാണ് ചെയ്തത്. അപ്പം ഇത് ഒരു സെൻസും ഇല്ലാത്ത ഇവരൊക്കെ അദ്ദേഹം ചീത്ത പറയൂ, ഈ പറഞ്ഞ ആളുകളൊക്കെ അദ്ദേഹം ചീത്ത പറയും. എന്താ പറയാത്തത്? എന്തുകൊണ്ടാണ് വളരെ സെലക്റ്റീവായി കെ എം മൗലവിയെ മാത്രം കണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ അദ്ദേഹം മാത്രമാണ് ഇത് ചെയ്തതെന്നുള്ള നിലക്ക് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് കേരളത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഏത് കൊളോണിയൽ വിരുദ്ധ പ്രസ്ഥാനവും അവർ പദ്ധതികളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നേതാക്കളിൽ കുറച്ച് ആൾക്കാരെ അവർ ഇവിടേക്ക് എത്തിച്ചു. ഇപ്പോൾ ഇറാനിലൊക്കെ ഇസ്രായേൽ അറ്റാക്ക് നടത്തുമ്പോൾ അവിടുത്തെ സുപ്രീം ലീഡർ നേരെ കൊല്ലപ്പെടണം എന്നാണോ ഇവർ വിചാരിക്കുന്നത്? പരമാവധി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഹീറോയിക്കായ റെസിസ്റ്റൻസ് ആണെന്നല്ലേ. അതല്ലാതെ ഒന്നാമത്തെ ഇവർ മിസൈൽ വരുന്ന നടുവ് പോയിട്ട് ഇങ്ങനെ നിൽക്കലാണ്, അതാണ് വിപ്ലവം എന്ന് ഇവരാരെങ്കിലും വിചാരിക്കണ്ടോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ അതിനുള്ള പ്രീക്കോഷൻസ് എടുത്തു, അതിനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വളരെ നമ്മൾക്കൊരു റെസ്പെക്റ്റ് തോന്നുന്ന അച്ചീവ്മെൻ്റ് ആയിരുന്നു കെ എം മൗലവിയെ പോലുള്ള ഒരാളെ അത്രയും പ്രശ്നകലുഷിതമായൊരു സന്ദർഭത്തിൽ അതിനുള്ളിലൂടെയൊക്കെ കടത്തിക്കൊണ്ടുവന്നിട്ട് കൊടുങ്ങല്ലൂരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. കെ എം മൗലവിയുടെ ദഅവത്തും അദ്ദേഹത്തിൻ്റെ ഈ നവോത്ഥാന പ്രവർത്തനങ്ങളും അതിൽ നിലച്ചു പോകുന്നതിന് പകരം കൊടുങ്ങല്ലൂരിൽ ഒരു അത്യാവശ്യം സേഫായ ഹാവൻ ഉണ്ടാക്കിയിട്ട് അവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ ഈ സാമൂഹിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നൊരു പരിസരം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് കെ എം സീതി സാഹിബിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവ് കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് സാഹിബിൻ്റെയും മണപ്പാട്ട് കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെയൊക്കെ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വിജയമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലെന്താണ് അതായത് അദ്ദേഹം ഒരു ഭാഷയിൽ ഇതിങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ അതിങ്ങനെ പൊളിച്ച് ഉള്ളിലേക്ക് പോയി നോക്കിയാൽ എന്ത് ആക്ഷേപമാണ് അദ്ദേഹത്തിന് അതിൽ ഉന്നയിക്കാനുള്ളതെന്ന് അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹം തിരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അവസാനത്തിലേക്ക് കടക്കാൻ തോന്നുന്നു, നമ്മൾ ഒരുപാട് സമയമായിട്ടുണ്ട്. ഇതിലിപ്പോൾ അദ്ദേഹം പറയുന്നു ഷിയായിസം വേര് പൊട്ടുന്നു എന്നതാണ് ശരിയായ ഒരു സംസാരത്തിനിടെ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ വേര് പൊട്ടേണ്ടതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഷിയായിസം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിലിപ്പോൾ ഇപ്പോൾ ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറാനിലെ ഈ പൊളിറ്റിക്കൽ
പിന്നെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഇറാനും ഇസ്രായേലും അമേരിക്കയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ പാലസ്റ്റീനിലും ലെബനാനിലും ഇറാനിലൊക്കെ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇറാനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് തരം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ ഒരു ആൻറ്റി ഇമ്പീരിയൽ, ആൻറ്റി കൊളോണിയൽ എന്ന് നമുക്ക് പറയാവുന്ന സ്ലോഗൻസ്, ആ സ്ലോഗൻസ്, ആവേശജനകമായ സ്ലോഗൻസ് ഇറാനിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് മുസ്ലിം യൂത്തിന്, അതായത് പൊളിറ്റിസൈസ്ഡ് ആയ മുസ്ലിം യൂത്തിന് വളരെ സ്വാഭാവികമായി ഇതിനോടൊരു ഒരു അനുഭാവം ഉണ്ടാകുന്നു. ആ അനുഭാവം ഷിയായിസത്തിനോടുള്ളൊരു അനുഭാവമായി വളരുന്നു അല്ലെങ്കിൽ വളരാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീക്ഷയാകാം ഒരു പക്ഷേ അദ്ദേഹം പിന്നെ പങ്കുവെക്കുന്നത്. ഇത് അദ്ദേഹം അത് അങ്ങനെ അവതരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ ആൻറ്റി കൊളോണിയൽ സ്ലോഗൻസ് എന്ന് പറയുന്നത് വളരെ ഇൻഹറൻ്റായി ഷിയായിസത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അതായത് അവർ ഇത്നാശരികളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഷിയാക്കളായതുകൊണ്ടാണ് ഈ ആൻറ്റി കൊളോണിയൽ സ്ലോഗൻസ് ഉണ്ടാകുന്നത് എന്ന് പറയാനുള്ളൊരു ശ്രമം. അല്ലെങ്കിൽ ഈ സുന്നികൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി വളരെ ലോയലാണ്, അവർ തീരെ എനിക്കൊന്നുകൂടി ചേർക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ ഒരു സംസാര ഭാഷയിൽ ഞാൻ ഡീകോഡ് ചെയ്തെടുത്തൊരു പ്രശ്നമാണെന്ന് അറിയില്ല. സെലഫികൾ എപ്പോഴും ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് അല്ലെങ്കിൽ കൊളോണിയൽസിനോട് ചേർന്ന് പോകുന്ന വിധേയത്തുള്ള ഒരു വിഭാഗമായിരുന്നു എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ഇങ്ങനെ ഒരു ബൈനറി ഉണ്ടാക്കുന്നുണ്ട്. അതായത് ആൻറ്റി കൊളോണിയൽ, ആൻറ്റി ഇമ്പീരിയൽ, ഒരു ജിഹാദി, ഒരു ഷഹാദത്ത് കൊതിക്കുന്ന ഒരു ഷീ പാരമ്പര്യവും അതേസമയം വളരെ ലോയലായ ഭരണകൂടദാസ്യമുള്ള, ഭരണകൂടങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഭരണകൂടങ്ങളെ മെഷീനറിയായി ഉപയോഗിക്കുന്ന ഒരു പാലസ് ഇസ്ലാം, അതാണ് അല്ലെങ്കിൽ ഒരു സലഫി സുന്നി ഇസ്ലാം. അത് സലഫികളെ പറ്റി മാത്രമല്ല, മൊത്തത്തിൽ ഈ സുന്നി ട്രഡീഷനെ മൊത്തം ഒരു മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ അധികാരത്തിൻ്റെ കീഴിലുണ്ടായി വന്ന ഫ്രെയിം ചെയ്യപ്പെട്ട വളരെ വ്യാജമായൊരു ട്രഡീഷൻ എന്നുള്ളൊരു ഇതൊക്കെ അവരെ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടല്ലോ. ഇതിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതിൽ സംസാരിക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ മൗലികമായൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ എം മൗലവി, കെ എം മൗലവിനാണല്ലോ ഇപ്പോൾ വക്കം മൗലവിയാണല്ലോ അദ്ദേഹം. വക്കം മൗലവി എന്ന് പറഞ്ഞാൽ അത്രയും ആൻറ്റി കൊളോണിയലായ, ആൻറ്റി ബ്രിട്ടീഷായ, ആൻറ്റി ഇമ്പീരിയലായ ഒരാളാണ്. അപ്പം ഇദ്ദേഹം വക്കം മൗലവി ആകെ മുഹറാഘോഷത്തിന് എതിർത്തതിനെ പറ്റി മാത്രം ഇവർ സൂചിപ്പിക്കുന്നു. ഈ വക്കം മൗലവിൻ്റെ മുസ്ലിം എന്നാണ് ഇവർ ഇതൊക്കെ സൈറ്റ് ചെയ്യണത്. വക്കം മൗലവിൻ്റെ മുസ്ലിം നമ്മൾ വായിച്ചു നോക്കുക, അതിൽ ആൻറ്റി കൊളോണിയലായ എത്രയും ലേഖനങ്ങൾ നമ്മൾക്ക് അതിൽ കാണാൻ പറ്റും. അതായത് ഈ സയ്യിദ് ജമാലുദ്ദീൻ അൽ അഫ്ഗാനി എന്നല്ല, സയ്യിദ് ജമാലുദ്ദീൻ അൽ അഫ്ഗാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഈ മുസ്ലിം ലോകത്ത് ഈ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ, സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുടെ ഒരു പ്രഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രഡീഷനാണല്ലോ നമ്മൾ ഈ മുഹമ്മദ് അബ്ദുൾ റഷീദ് റിള എന്ന് പറയുന്നത്. മൂന്നാളും ഒരേപോലെ ആയിരുന്നു എന്നല്ല, തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ റഷീദ് റിള ആ പാൻ ഇസ്ലാമിസ്റ്റ് ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റിനെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ആളാണ്. ഇതിനാണല്ലോ വക്കം മൗലവി ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ, അത് മുസ്ലിം ലോകത്തെ നശിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ, അതിനെതിരിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൊളിറ്റിസൈസ്ഡ് ആവേണ്ട ആവശ്യകതയെ സംബന്ധിച്ച് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന ആൻറ്റി കൊളോണിയൽ പിന്നെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾ നിൽക്കേണ്ടതിനെക്കുറിച്ച്, അതിനുവേണ്ടി ഹിന്ദു മുസ്ലിം യൂണിറ്റി വളർത്തേണ്ടതിനെക്കുറിച്ചൊക്കെ കേരളത്തിൽ ആരും സംസാരിക്കാത്ത സമയത്ത്, നമ്മുടെ 913 14 മുസ്ലിമിൻ്റെ ലക്കങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അന്ന് കോൺഗ്രസ് കേരളത്തിലൊരു ജനകീയ പ്രസ്ഥാനമായിട്ട് പോലും ഇല്ല. ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം സജീവമായിട്ടില്ല. അന്ന് വക്കം മൗലവി ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആരും പറയുന്നതിന് മുമ്പ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം തുടങ്ങേണ്ടത് വക്കം മൗലവിൻ്റെ അടുത്ത് നിന്നാണെന്നാണ്. കാരണം അദ്ദേഹം ഇതിനെപ്പറ്റി അന്ന് ഖിലാഫത്ത് മൂവ്മെൻറ്റിനൊക്കെ കേരളത്തിൽ അസ്ഥിവാരം ഇടുന്നത് ശരിക്കും വക്കം മൗലവിയാണ്. വക്കം മൗലവി ആരാ? വക്കം മൗലവി ഷിയയാണോ? അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഷിയാ ആശയങ്ങളെ കേരളത്തിൽ എതിർത്തത് വക്കം മൗലവിയാണെന്ന്. അപ്പോൾ അദ്ദേഹം ഈ പെയിൻറ്റ് ചെയ്യുന്ന ബൈനറി എങ്ങനെ ശരിയാവുക? ഇപ്പോൾ നമ്മളൊരു നാഷണൽ ലെവലിൽ നോക്കിയാൽ അബുൽ കലാം ആസാദാണ് ഏറ്റവും ശക്തമായി ബ്രിട്ടീഷ് വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത്. ഇദ്ദേഹം ആരാണ്? അദ്ദേഹം ഇബ്നു തൈമിയ്യയാണ് അദ്ദേഹം ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അദ്ദേഹം റഷീദിൽ തന്നെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അദ്ദേഹം സലഫി ആശയങ്ങളെയാണ്, സലഫി മതവീക്ഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളോട് അദ്ദേഹം പങ്കുവെക്കുന്നത്. അദ്ദേഹം ആണ് ഇവിടെ ഇതിനെതിരെ സംസാരിക്കുന്നത്. അദ്ദേഹമാണ് കോൺഗ്രസിൻ്റെ വക്താവായിട്ട് നിലനിൽക്കുന്നത്. ഇപ്പോൾ കെ എം മൗലവി അത്രയും ആൻറ്റി കൊളോണിയലാണെന്ന് പറഞ്ഞാൽ
KM മൗലവിക്ക് എന്ന് പറഞ്ഞാൽ 1921 മലബാർ സമരത്തിൽ KM മൗലവിൻ്റെ നിലപാട് വളരെ ക്ലിയർ ആയിരുന്നു. കാരണം അദ്ദേഹം പൊളിറ്റിസൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് കോൺഗ്രസ്സിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുവന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടുത്തെ മുസ്ലിങ്ങളെ അണിനിരത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി. അതേസമയം ആയുധമെടുത്തുള്ള പോരാട്ടത്തിന് അദ്ദേഹം എതിരായിരുന്നു. അത് വളരെ ക്ലിയറാണ്. അദ്ദേഹം അത് വളരെ ഫ്യൂട്ടൈലായ, സൂയിസൈഡലായ, ഇസ്ലാമിക വിരുദ്ധമായ, രാഷ്ട്രീയമായി വിഡ്ഢിത്തമായൊരു ഏർപ്പാടായിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം കലാപകാരികളെ എതിർത്ത്, കലാപം എന്ന് പറഞ്ഞാൽ കോട്ട് അൺകോട്ട് കലാപം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ സായുധ സംഘർഷത്തിന്റെ ഭാഗമായവർ അദ്ദേഹം ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ജനാധിപത്യ രാഷ്ട്രീയം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വീക്ഷണമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ അതേസമയം ഇപ്പോൾ നമ്മൾ 1920-കളുടെയൊക്കെ പകുതിയിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉണ്ടാകുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ KM മൗലവിയുടെ ഈ പൊളിറ്റിസൈസേഷൻ പ്രൊജക്റ്റിന് പൂർണ്ണമായി എതിരായിരുന്നു. അതായത് ഇപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി, ഇവരൊക്കെ സലഫി വീക്ഷണങ്ങളുടെ സ്വാധീനം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, ഇവർ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ മുസ്ലിങ്ങളെ ഒരു ആൻറ്റി കൊളോണിയൽ ഫ്രണ്ടിൽ പൊളിറ്റിക്കലായി അണിനിരത്താൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് നമ്മൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉണ്ടാകുന്നത്. ഞാൻ ഇതൊരു ഡിസ്റെസ്പെക്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയണത് എന്താ വെച്ചാൽ അവരുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതാണ് ശരിയെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ചരിത്രം പറയുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ട് എന്നല്ല ഞാൻ പറയണത്. അങ്ങനെ ആകുമ്പോൾ അതായത് ഇവിടെ സലഫികൾ എന്ന് വിചാരിക്കപ്പെട്ടവരാണ്, അതായത് ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ ഷഹാദത്ത് രക്തസാക്ഷ്യത്തിന് വരെ എതിരാണ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടുന്നത് അല്ല ഇസ്ലാമിൻ്റെയോ മുസ്ലിങ്ങളുടെയോ താല്പര്യം, അത് ഫലപ്രദമായൊരു മാർഗമല്ല എന്നവർ വിചാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. സലഫികൾ വിചാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കേരളത്തിൽ സലഫി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ അവർ വളരെ വോക്കലി ആൻറ്റി ബ്രിട്ടീഷ് ആയിരുന്നു, ആൻറ്റി ഇമ്പീരിയൽ ആയിരുന്നു. അത് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അതേസമയം അത് തന്നെ ചെയ്യാൻ പാടില്ല, നമ്മൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ലോയലായിരിക്കണം എന്നുള്ള നിലപാട് മലബാറിൽ മുന്നോട്ട് വെച്ചത് സലഫികളല്ല, ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വക്താക്കളാണ്. അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിൽ എവിടെയെങ്കിലും ഇതിക്ക് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനെപ്പറ്റി സൈലൻ്റ് ആവണത്? അദ്ദേഹം പെയിൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ചിത്രം, അതായത് സലഫികൾ എന്ന് പറയുന്നത് കൊളോണിയൽ ദാസ്യം, അതേസമയം ഇവിടുത്തെ പാരമ്പര്യ മുസ്ലിം നിലപാട് കോട്ട് ആൻഡ് കോട്ട് അത് സാമ്രാജ്യത്വത്തിന് എതിരും എന്ന ചിത്രം അദ്ദേഹം ഈ പോരാട്ടം, ആയുധമെടുത്തുള്ള പോരാട്ടമാണ് അദ്ദേഹം പറയുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം സുന്നി ഉലമ ഇൻഹെറിറ്റ് ചെയ്തിട്ടില്ല, അതിനെ ഏറ്റെടുത്തിട്ടില്ല. അതിനെ പോയിട്ട് ജനാധിപത്യപരമായി ബ്രിട്ടീഷുകാർക്കെതിരെ മുദ്രാവാക്യം മുഴക്കുന്നതിനെ പോലും അവരെ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പം ഇതൊരു വളരെ വളരെ വ്യാജമായ ബൈനറിയാണ്. ഇപ്പോൾ അദ്ദേഹം പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിലല്ലേ ഷിയാക്കളില്ലാത്തുള്ളൂ, ഇന്ത്യയിൽ ഷിയാക്കളുണ്ടല്ലോ, വളരെ മുമ്പേ ഷിയാക്കളുണ്ട്. ഒരു ഷിയ, അതായത് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഡെക്കാനിൽ ഷിയ ഭരണകൂടങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഈ കൊളോണിയൽ ഇന്ത്യ, ബ്രിട്ടീഷ് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഡെക്കാൻ എന്നൊക്കെ പറയുന്നത് ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ ഷിയാക്കൾ, അവിടുത്തെ ഷിയ സമൂഹങ്ങൾ, ഷിയ പണ്ഡിതന്മാർ, അവർ ബ്രിട്ടീഷുകാരോട് എടുത്ത നിലപാട് എന്താണ്? അതെങ്കിലും അദ്ദേഹത്തിന് പരിശോധിച്ചൂടെ? 1857 ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് തന്നെ ഇപ്പോൾ സയ്യിദ് അഹമ്മദ്, ഷാ ഇസ്മായിൽ, ഇങ്ങനത്തെ പേരുകളൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇത് കേട്ടിട്ടുണ്ടാവണം, അദ്ദേഹം ചരിത്രം പഠിക്കുന്ന ഒരാളെന്നുള്ള ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവണം. ഇതൊക്കെ ഇന്ത്യയിലെ അഹ്ലെ ഹദീസ് ട്രഡീഷൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ എങ്ങനെ മരിച്ചത്? ഇവരൊക്കെ നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് സയ്യിദ് ഇസ്മായിൽ ഷഹീദ്, ഷാ ഇസ്മായിൽ ഷഹീദ്, സയ്യിദ് അഹമ്മദ് ഷഹീദ്. അവർ ഷഹീദാണോ അല്ലേ അതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യത്തേക്കല്ല ഞാൻ പോണത്. പക്ഷേ ഇതേപോലെയുള്ള പോരാട്ടങ്ങൾക്ക് നേർക്ക് നേരെ സൈന്യത്തെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷ് നോർത്ത് ഇന്ത്യയിൽ കൊളോണിയൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാരാണ്. ഇന്ത്യയിൽ അഹ്ലെ ഹദീസിൻ്റെ ചരിത്രം തുടങ്ങുന്നത് അവിടുന്നാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലുണ്ടായ സായുധ വിപ്ലവ പ്രസ്ഥാനം അറിയപ്പെട്ടത് തന്നെ വഹാബി മൂവ്മെൻ്റ് എന്നാണ്. ഇവരിപ്പോൾ ഇൻഹെറിറ്റ് ചെയ്യുന്ന വഹാബികളെ പറ്റിയുള്ള ഭയങ്കര ഭീകരമായ ചിത്രം അന്ന് ബ്രിട്ടീഷുകാരെ എഴുതി വെച്ചതാണ്. അവിടുന്നാണ് വരെ അത് എടുത്തുകൊണ്ടുവരുന്നത്. അതായത് ഒരു പൂർണ്ണമായൊരു കൊളോണിയൽ ഇമ്പീരിയൽ നറേറ്റീവാണ് ഇവർ ഏറ്റെടുക്കുന്നത്. ഈ 19th സെഞ്ച്വറി നോർത്ത് ഇന്ത്യയിലെ വഹാബി മൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കി കൊണ്ടുവന്ന അവർക്കെതിരെ ആയുധെടുത്ത് പോരാടിയ ഒരു ടീമിനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ അവതരിപ്പിച്ച വാദങ്ങളാണ് ഇവരെടുത്തുകൊണ്ടിരുന്നത്. ഞാൻ പറയണത് എത്രത്തോളം ഫേക്കാണ് ഇവരുടെ ഒരു നറേറ്റീവ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആ വഹാബി മൂവ്മെൻറ്റ് ഇപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ പോലും ഫ്യൂവൽ ചെയ്തത് ഇവരുടെ ആശയങ്ങളാണ്.
അതിനുശേഷം കുറേ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ അതായിട്ട് ഒരുപാട് PhD തിസീസുകളും പഠനങ്ങളൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ യുണൈറ്റഡ് പ്രോവിൻസസിൽ ലക്നൌവിലൊക്കെ ഒരുപാട് ഷിയാ ബുദ്ധിജീവികളുണ്ടായിരുന്നു. അവരിൽ നല്ലൊരു ശതമാനവും ശ്രമിച്ചത് എന്താ വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കാനാണ്. എന്നിട്ട് ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങളെ തള്ളി പറയാനാണ്. ഇപ്പോൾ നമ്മൾ 20-ാം നൂറ്റാണ്ടിലേക്ക് വന്നാൽ പോലും ഇപ്പോൾ ദേശീയ പ്രസ്ഥാനമൊക്കെ ഇങ്ങനെ സജീവമായി തുടങ്ങുകയാണ്. 1913 ഈ കാൺപൂർ പള്ളി പ്രശ്നം വളരെ പ്രസിദ്ധമായൊരു ചരിത്രാധ്യായമാണ്. അത് ബ്രിട്ടീഷുകാർ ഒരു മുസ്ലിം പള്ളിയുടെ ചില ഭാഗങ്ങൾ അവർ കയ്യേറിയതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു മുസ്ലിം പ്രക്ഷോഭമായിരുന്നു. ഈ സമയത്ത് പോലും ഇത്തിഹാദ് എന്നൊക്കെ പറയുന്ന ഷിയ ആനുകാലികങ്ങൾ അതിലൊക്കെ വന്നുകൊണ്ടിരുന്ന ലേഖനങ്ങളും ആഹ്വാനങ്ങളും എന്ന് പറഞ്ഞാൽ സുന്നികളുടെ ഈ പ്രക്ഷോഭത്തിൽ നിങ്ങൾ ഒരിക്കലും ചേരരുത്, നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കണം. കാരണം ഇത് ഏതുവരെ അന്നത്തെ ഷീ പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ചാൽ ഏതുവരെ എന്ന് വെച്ചാൽ അവർ എത്രത്തോളം പറയുന്നുണ്ടെന്ന് വെച്ചാൽ ഈസാ നബി വരുമ്പോഴാണല്ലോ മഹദിയും വരിക. അതെ. അപ്പോൾ ഈസാ നബി വരുമ്പോൾ ഈ മഹദി, ഇവരുടെ മഹദിയിലുള്ളൊരു കോൺസെപ്റ്റ് വളരെ വ്യത്യസ്തമാണ്. സുന്നികൾക്ക് മഹദിയിലുള്ളൊരു വിശ്വാസം പോലെയല്ല. അപ്പോൾ ഇവരുടെ 12ാമത്തെയും ഇമാം ആകാശത്തുണ്ട്, അദ്ദേഹമാണ് മഹദി ആയിട്ട് തിരിച്ചു വരിക എന്നാണ്. അപ്പോൾ അന്ന് ഈസാ നബിൻ്റെ കൂടെ ആണ് മഹദി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാവണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാവണം എന്ന നിലക്ക് വരെയുള്ള ആഖ്യാനങ്ങൾ അതിലുണ്ടായി. അതായത് ഏതുവരെ എന്ന് വെച്ചാൽ ഇപ്പോൾ ജിഹാദ് എന്ന് പറയുന്നത് മഹദിക്ക് ജിഹാദ് ഡിക്ലെയർ ചെയ്യാൻ അവകാശമുള്ളൂ. പിന്നെ എങ്ങനെ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ പല ഷീ പണ്ഡിതന്മാരുടെയും വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം. അതായത് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ അതിനെ ജിഹാദായി വിശേഷിപ്പിച്ചപ്പോൾ അത് ജിഹാദാണോ അല്ലേ, അവർ സായുധമായി പോരാടിയിട്ടുണ്ടായിരുന്നോ അല്ലേ, അതൊന്നും അല്ല ഞാൻ പറയണത്. ഈ ഒരു ചിത്രം ഉണ്ടല്ലോ, ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി കൊളോണിയൽ സായുധ പോരാട്ടത്തിൻ്റെ വക്താക്കളും അതല്ലാത്ത ഇവർ എന്ന് പറഞ്ഞാൽ ലോയലിസ്റ്റുകളെന്ന് പറയുന്ന ഈ ആഖ്യാനം 100% അസംബന്ധമാണ്. സംഭവം ഒരു കണക്കിന് നോക്കുമ്പോൾ നേരെ തിരിച്ചുള്ള ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറയണതൊക്കെ. അതായത് ഈ ജിഹാദ് പ്രഖ്യാപിക്കാൻ മഹദിക്കേ അവകാശമുള്ളൂ, ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർക്കും അതിന് അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനധികം പറയുന്നു. ഞാൻ പറയണത് WW ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് ഇത് കേട്ടിട്ടുണ്ടാവും. WW ഹണ്ടർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പറ്റി ഉണ്ടാക്കിയ കുപ്രസിദ്ധമായ റിപ്പോർട്ടാണത്. അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളെ ബ്രിട്ടീഷുകാരെ അടിച്ചമർത്തണമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി എഴുതിയൊരു പുസ്തകമാണ്. അതിൽ വഹാബി മൂവ്മെൻറ്റിനെതിരെയാണ് ഈ പൂർണ്ണമായി കൊളോണിയൽ നറേറ്റീവാണ്. അതിൽ വഹാബി മൂവ്മെൻറ്റിനെതിരെയാണ്, ആൻറ്റി കൊളോണിയൽ നിലപാടിൻ്റെ പേരിൽ ഏറ്റവും അധികം ആക്ഷേപങ്ങൾ അതിനെതിരെയാണ്. പക്ഷെ ആ പുസ്തകത്തിൽ അദ്ദേഹം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട് ഷിയാക്കളെ. നമ്മൾ ആലോചിച്ച് നോക്ക്, ഷിയാക്കളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യയിലെ മുഹമ്മദന്മാരുടെ കൂട്ടത്തിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന, നമ്മൾക്ക് വിശ്വസിക്കാവുന്ന ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷിയാക്കളാണ്. കാരണം അവർ നമ്മളുടെ കൂടെ നിൽക്കുന്നു. കാരണം അവർക്കറിയാം ഇവിടുത്തെ ഹിന്ദുക്കൾ അധികാരത്തിൽ വന്നാലും ഇവിടുത്തെ സുന്നി മുസ്ലിങ്ങൾ അധികാരത്തിൽ വന്നാലും അവർക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല എന്ന് അവർക്ക് അറിയുന്നത് കൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നതാണ് അവരുടെ താല്പര്യത്തിന് നല്ലത് എന്നുള്ളത് കൊണ്ട് അവർ പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് ഹണ്ടർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ പറയണത് അപമാനകരമായൊരു സാക്ഷ്യപത്രമാണത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയണത് ഇവരെ പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ പറയണത്. മനസ്സിലായി. അതായത് അന്നത്തെ ഷിയാ പണ്ഡിതന്മാർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകും, അവരവരുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് നല്ലത് അതാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ അവിടേക്കൊന്നും പോവല്ല. എൻ്റെ പോയിന്റ് വളരെ സിമ്പിളാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ കാലത്തും മുസ്ലിങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് രാഷ്ട്രീയ വെല്ലുവിളികളുണ്ടാവും. ആ രാഷ്ട്രീയ വെല്ലുവിളികളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എന്ത് സ്റ്റാൻഡാണ് എടുക്കേണ്ടതെന്ന് അതാത് കാലങ്ങളിലെ മുസ്ലിം പണ്ഡിതന്മാരും ബുദ്ധിജീവികളൊക്കെ ആലോചിക്കുമ്പോൾ അവരൊക്കെ അവരുടേതായ ഇജ്തിഹാദുകളിലൂടെ ഗവേഷണങ്ങളിലൂടെ അവരൊക്കെ സ്വീകരിക്കുന്ന ഓരോ നിലപാടുകളുണ്ടാവും. ഇഫ് യു ആർ നോട്ട് എ സെൽ ഔട്ട്, അതാണ് എൻ്റെ പോയിന്റ്. നിങ്ങളൊരു സെല്ലൗട്ട് അല്ലെങ്കിൽ വളരെ ഇഖ്ലാസോടുകൂടി സിൻസിയറായി ഉമ്മത്തിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട്, ഇസ്ലാമിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട്, നീതിയുടെ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റായ പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടേതായ ഗവേഷണങ്ങളിലൂടെ നിങ്ങൾ ഏത് പൊളിറ്റിക്കൽ പൊസിഷനിൽ എത്തിയാലും അത് അതിൻ്റെ ശരിയും തെറ്റും കുറേ ഇസ്ലാമിലുള്ള നിങ്ങളുടെ ആഴം എന്നതിനെ പോലെ തന്നെ ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ആഴമുണ്ട്, നിങ്ങൾക്ക് പൊളിറ്റിക്കൽ അനാലിസിസിന് എത്രത്തോളം എക്സ്പെർട്ടൈസ് ഉണ്ട്, അതിനൊക്കെ ആശ്രയിച്ചിരിക്കും. അതിൽ മുസ്ലിങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ നിലപാടുകളിലെത്തിയ ആൾക്കാരുണ്ടാവും.
അവരൊന്നും അതിൻ്റെ പേരിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് ആക്ഷേപിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അതിനോട് നമുക്ക് യോജിക്കാം വിയോജിക്കാം. ആ ചരിത്രത്തിൽ നമ്മൾക്ക് പാഠങ്ങൾ പഠിക്കാം. അതേസമയം സെല്ലൗട്ടുകൾ ഉണ്ടാവും. അതായത് പിന്നിലൂടെ പോയി ശത്രുവായിട്ട് സഖ്യം ഉണ്ടാക്കി സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ച് അതിനുവേണ്ടി ഉമ്മത്തിനെ ഒറ്റിക്കൊടുക്കുന്നവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഈ ആയുധമെടുത്തുള്ള പോരാട്ടങ്ങൾ സാമ്രാജ്യത്വവുമായി വേണോ വേണ്ടേ, അത് നല്ലതിനാണോ അല്ലേ, അതാണോ ഇസ്ലാം നമ്മളോട് താല്പര്യപ്പെടുന്നത് അല്ലേ എന്നുള്ള വിഷയത്തിലൊക്കെ വ്യത്യസ്ത നിലപാടുകൾ എത്തിപ്പെട്ട ആൾക്കാരുണ്ടാവും. അപ്പം അത് അവരുടെ സാഹചര്യത്തിൽ അവരൊരു സെല്ലൗട്ട് അല്ലെങ്കിൽ അവരെത്തിപ്പെട്ടൊരു നിലപാടെന്ന് മാത്രമേ നമ്മൾ കാണേണ്ട ആവശ്യമുള്ളൂ. അതിൽ സലഫികളെല്ലാവരും ആയുധമെടുത്ത് പോരാടാത്തവർ, സലഫികളല്ലാത്തവരൊക്കെ ആയുധമെടുത്ത് പോരാടിയവർ, അല്ലെങ്കിൽ ഷിയാക്കളൊക്കെ ആയുധമെടുത്ത് പോരാടിയവർ, ഷിയാക്കളല്ലാത്തവരൊക്കെ ആയുധമെടുത്ത് പോരാടാത്തവർ, ഇതൊക്കെ ചരിത്രത്തിനെ പറ്റി ഒരു ധാരണയില്ലാത്ത ആൾക്കാരോട് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതൊക്കെ പറയണത്. ഞാൻ പറയണതെന്ന് വെച്ചാൽ ഷിയാക്കൾ വളരെ ലോയലായി നിന്ന, ഈ കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞ, ബ്രിട്ടീഷുകാരുടെ വിശ്വസ്ത സഖ്യകക്ഷികളായി നിന്ന എത്രയോ ഷീ സമൂഹങ്ങളും ഷീ പ്രസ്ഥാനങ്ങളും ഷീ ഗ്രൂപ്പുകളും ഉണ്ട്. പണ്ഡിതന്മാരുണ്ട്, ബുദ്ധിജീവികളുണ്ട്, അങ്ങനെ അല്ലാത്തവരുണ്ട്. അതായത് ആൻറ്റി കൊളോണിയൽ പൊളിറ്റിക്സ് പോയവരുണ്ട്. ഇതേപോലെ ഞാൻ പറയുന്നത് ആൻറ്റി കൊളോണിയൽ പൊളിറ്റിക്സ് സ്വീകരിച്ച സലഫികളിൽ തന്നെ സായുധമായി പോരാടിയവരുണ്ട്, സായുധമായ പോരാട്ടത്തോട് വിയോജിച്ചവരുണ്ട്. അത് ഞാൻ പറയണത് ഇതൊന്നും സലഫി ഷിയ എന്നുള്ളതല്ല ഇതിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ സുന്നി ഷിയ എന്നുള്ളതല്ല ഇതിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പോലെ ഒരു പ്രോ ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് സ്വീകരിച്ച സുന്നി സംഘങ്ങളുണ്ട്. അതേസമയം അങ്ങനെ അല്ലാതെ മലബാറിലെ മാപ്പിളമാർ തന്നെ ഉള്ള കൂട്ടത്തിൽ തന്നെ അവരുടെ കയ്യിലുള്ള ചെറിയ ആയുധങ്ങളെടുത്ത് ജന്മിമാരോടും ബ്രിട്ടീഷ് പട്ടാളക്കാരോടും സായുധ പോരാട്ടത്തിന് പോയ ഈ സൂഫി വിശ്വാസങ്ങളൊക്കെ മാപ്പിളമാരുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ അഖീദയെന്ന് ഡയറക്റ്റായിട്ട് ഒരു സലഫി എന്തായാലും ആയുധമെടുത്ത് പോരാടും, അല്ലെങ്കിൽ എന്തായാലും ആയുധമെടുത്ത് പോരാടൂല എന്നതല്ല, അല്ലെങ്കിൽ ഒരു ഷീ അങ്ങനെ ആവുന്നുള്ളതല്ല, ഒരു സുന്നി അങ്ങനെ ആവുന്നുള്ളതല്ല. അത് അയാളുടെ ആ ഒരു കൺവിക്ഷൻ അല്ല, അതിൻ്റെ ഒരു തിയോളജി ആയിട്ടൊരു ഡയറക്റ്റ് കോറിലേഷനൊന്നും അതിനില്ല. അതുകൊണ്ട് തന്നെ മോഡേൺ ഇറാൻ ആൻറ്റി കൊളോണിയൽ സ്ലോഗൻസ് ഉന്നയിക്കുന്നു എന്നതുകൊണ്ട് അത് ഷിയായിസത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എന്ന് പറയുന്നതിലൊരർത്ഥമില്ല. അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ കൺവിക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ, അതായത് അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് അത് പറയുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ കൺവിക്ഷൻ മാത്രമാണത്. അത് അവരുടെ തിയോളജിയെ ഏതെങ്കിലും അർത്ഥത്തിൽ വാലിഡേറ്റ് ചെയ്യുന്നില്ല. ഒറ്റ സിമ്പിൾ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. 1979 ഇറാനിൽ റവല്യൂഷൻ നടക്കുമ്പോഴല്ല ഇറാനിൽ ഷിയായിസം ഉണ്ടാവുന്നത്. അതിൻ്റെ മുമ്പുള്ള ഈ ഷാ ഭരണകൂടം എന്ന് പറയുന്നത് ഒരു ഷിയാക്കളാണ്. പക്ഷെ അവരുടെ അത്ര പ്രോ അമേരിക്കനായ, അത്ര പ്രോ ഇസ്രായേലിയായ വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം ഡൈനാസ്റ്റി ഉണ്ടായിട്ടുണ്ടോ ആധുനിക കാലത്ത് എന്നുള്ള സംശയമാണ്. അവരത്രക്കും പ്രോ അമേരിക്ക ആയിരുന്നു. ഒരു ഷിയാക്കളല്ലേ? അതെ. നിങ്ങളൊരു ഷിയ ആയതുകൊണ്ട് നിങ്ങൾ ബൈ ഡീഫാൾട്ട് നിങ്ങൾ ആൻറ്റി ഇമ്പീരിയൽ ആവുന്നതാണെങ്കിൽ അവർ ആൻറ്റി ഇമ്പീരിയൽ ആവണ്ടേ? അവരതല്ലല്ലോ, അവരത്രയും പ്രോ ഇമ്പീരിയൽ അല്ലേ? അപ്പോൾ ഇതൊരു വളരെ വളരെ വ്യാജമായൊരു ബൈനറിയാണ്. അതിൽ ഒരർത്ഥമില്ല എന്നാണ് നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് നിങ്ങൾ പഠിക്കുക, ഓരോരുത്തരും പഠിക്കുക. അതിലൊക്കെ എവിടെയാണ് ശരി തെറ്റ്. ഞാൻ ഏതെങ്കിലും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷങ്ങളിൽ ഒരു ഇതും പറയല്ല, അഡ്വക്കേറ്റ് ചെയ്യല്ല. അത് ഓപ്പൺ ടു സ്റ്റഡി ആൻഡ് റിസർച്ചാണ്. നിങ്ങൾക്കൊക്കെ പഠിക്കാം, നിങ്ങളുടെയൊക്കെ കൺവിക്ഷൻ ഇത് വെച്ചിട്ട് നിലപാടുകൾ എടുക്കാം. പക്ഷേ തിയോളജി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പലവട്ടം പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയൊരു കാര്യമാണ്. അത് 1400-1500 കൊല്ലത്തിന് ശേഷം ഇറാൻ എന്ത് ചെയ്തു എന്നതിനെ ആശ്രയിച്ച് അതിലൊരു മാറ്റവും വരാൻ പോകണില്ല. അല്ലെങ്കിൽ ഇറാൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മോശമാവില്ല, ഉമർ റളിയല്ലാഹു അൻഹു മോശമാവില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മോശമാവില്ല. ഇതിനെപ്പറ്റി നമ്മൾ വളരെ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും. നമ്മൾ 1 മണിക്കൂറിലധികമായി. എനിക്ക് തോന്നുന്നു അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഞാൻ അവസാനം ചോദിക്കാൻ വിചാരിച്ച ചോദ്യം അത് ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നൊരു മുസ്ലിം ഒരു യൂത്ത് എന്താണ് ഇനി ഉൾക്കൊള്ളേണ്ടത്? ഇപ്പോൾ ഈ പറഞ്ഞ സംസാരങ്ങളൊന്നും ഇല്ലെങ്കിലും വളരെ ചുരുക്കി കൊടുക്കാവുന്ന ഒരു ഉപദേശം എന്തായിരിക്കും എന്നുള്ള? അല്ല, ഇതിൽ ഉപദേശം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ
നമ്മളുടെ ദീന് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. ആ ദീനിൻ്റെ സോഴ്സുകൾ എന്താണെന്നുള്ള കാര്യം നമ്മൾക്കതിൽ വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമ്മളുടെ ചരിത്രം എന്ന് പറയുന്നതിന്, നമ്മളുടെ മതം എന്ന് പറയുന്നതിന് നമ്മൾ വേർതിരിച്ച് തന്നെ കാണണം എന്നാണ് ഞാൻ ഓക്കെ പറഞ്ഞതിൻ്റെ ഒരു അകത്ത് അതാണ്. നമ്മൾ ചരിത്രത്തിൽ നിന്നല്ല മതം ഡിറൈവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം. ചരിത്രത്തിൽ ഇപ്പോൾ ഇപ്പോഴൊക്കെ ഉള്ള ഇപ്പോൾ പല എന്താ പറയുക സുന്നി ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ ഒരു സലഫി പിന്നെ പശ്ചാത്തലമുള്ള ഭരണകൂടങ്ങൾ, ആ ഭരണകൂടങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അവരുടെ നിലപാടുകൾ അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ആ തരത്തിലുള്ള നറേറ്റീവുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ തിയോളജി എന്ന് പറയുന്നത് തെറ്റാകും. തെറ്റാണ് എന്ന് ഇതാ ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ അസേർട്ട് ചെയ്ത് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അതിലൊന്നുമില്ല, ഒരു കാര്യമില്ല. അപ്പം ഞാൻ മറ്റത് പറയപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് പറയേണ്ടി വരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ ഇറാനെ പറ്റിയ സൊഫവി ഇറാൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സൊഫവി ഇറാൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാനൊരു റീസെർച്ചിന് വേണ്ടി മാത്രം അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇറാൻ എങ്ങനെ ഷീയായി, അതായത് ഇത്നാശരി ഷിയാക്കൾ, നമ്മൾ കഴിഞ്ഞ സഹസ്രാബ്ദത്തിൻ്റെ ഒരു പകുതി വരെ നമ്മൾ നോക്കിയാൽ ഇറാൻ പൂർണ്ണമായൊരു സുന്നി പ്രദേശങ്ങളാണ് ഇറാനിലുള്ളത്. അപ്പോൾ അവിടേക്ക് സൊഫവികൾ വരുന്നു. സൊഫവികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, ഒരു സൂഫി ത്വരീക്കത്താണ് സൊഫവി ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ. അവർ പിന്നെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിട്ട് മാറുന്നു. അവസാനം അവർ ഇറാൻ്റെ ഭരണം പിടിക്കുന്നു. അവർ അഷെയ്ഖ് അലി അൽ കർക്കി എന്ന് പറയുന്ന ഒരു ഷീ പണ്ഡിതൻ ഉണ്ടായിരുന്നു, ഇത്നാശരി പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു കൊട്ടാര പണ്ഡിതൻ, നേരത്തെ അവർ പറഞ്ഞ ഒരു ഞാൻ പറയണത്, ഞാനത് ഇതായിട്ടല്ല പറയുന്നത്, ഞാൻ ടെക്നിക്കലിയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പിന്നെ ഷാ ഇസ്മായിൽ എന്ന് പറയുന്ന ആദ്യത്തെ സൊഫവി ഭരണാധികാരിയാണ്. അപ്പോൾ ഈ സൊഫവി ഭരണാധികാരി അവിടുത്തെ ഔദ്യോഗിക പണ്ഡിതനായിട്ട് അദ്ദേഹത്തെ നിശ്ചയിച്ചിട്ട് ഇറാൻ്റെ ഒഫീഷ്യൽ മതമായിട്ട് ഇസ്നാശരി ക്രീഡിനെ പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്ത് ഇറാനിലൊരു ഷീ കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പോലും ശരിക്കില്ല. അതായത് മൊത്തം ഇറാൻ ഷീ അല്ല എന്നല്ല ഞാൻ പറയണത്. ഒരു വളരെ വിസിബിളായ അങ്ങനെ ഒരു ഡോമിനൻ്റ് ആയൊരു കമ്മ്യൂണിറ്റി പോലും ഷീ കമ്മ്യൂണിറ്റി, ഇസ്നാശരി കമ്മ്യൂണിറ്റി അവിടെ ഇല്ല. ഈ ഭരണകൂടം 2-3 നൂറ്റാണ്ടുകൾ കൊണ്ട് ഇറാനെ ഏതാണ്ട് 100% അല്ലെങ്കിലും അതിനടുത്ത് ഷീയാക്കി മാറ്റുകയാണ്, ഇസ്നാശരിയാക്കി മാറ്റുകയാണ്. അതിൽ ഫോഴ്സ് ഉണ്ട്, അതിൽ എല്ലാ തരത്തിലുള്ള ഭരണകൂട പീഡനങ്ങളുണ്ട്, വളരെ ശക്തമായ വേട്ടയാടലുകളുണ്ട്. ഈ പണ്ഡിതൻ, ഈ അഷെയ്ഖ് അലി അൽ കർക്കി എന്ന് പറയുന്ന പണ്ഡിതൻ ഭരണകൂടത്തിൻ്റെ എല്ലാ പിന്തുണയോടും കൂടി ഗ്രാമാന്തരങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളേറ്റ് ചെന്നിട്ട് ആൾക്കാരെ മുഴുവൻ നിർബന്ധിച്ച് ഇസ്നാശരി ക്രീഡ് അത് ഏറ്റെടുപ്പിക്കുകയാണ്. പള്ളികൾ മുഴുവൻ അങ്ങനെ ആവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പള്ളികൾ മുഴുവൻ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. കേൾക്കുന്ന കുത്തുബകൾ അതാണ്. ബാങ്ക് ഷീ ബാങ്കായിട്ട് മാറുകയാണ്. പിന്നെ മദ്രസകളും സർവകലാശാലകളൊക്കെ ഭരണകൂടത്തിൻ്റെതാണ്. അപ്പോൾ അടുത്ത തലമുറ സ്വാഭാവികമായിട്ടും ഇത് മാത്രമേ ഇവർ കേൾക്കുന്നു പഠിക്കുന്നുള്ളൂ. അതിലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ ഘട്ടമുണ്ടല്ലോ, ആൾക്കാരെ നിർബന്ധിച്ച് ഇസ്നാശരിയാക്കുക എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ഈ ഷിയ യുവാക്കളുടെ സംഘങ്ങൾ ഉണ്ടാക്കുന്നു, അത് ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുന്നു, അവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ പുറത്തിറക്കുന്നു. അബൂബക്കർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹുവിനെയും ഒക്കെ ഇവരെ ഉറക്കെ ആക്ഷേപിച്ച് പറയുന്നു. ഇത് ഏറ്റു പറയാൻ വേണ്ടി ഇവരോട് ആവശ്യപ്പെടുന്നു. ചെയ്യാത്തവരെ ഭരണകൂടം പീഡിപ്പിക്കുന്നു, മർദ്ദിക്കുന്നു. അപ്പോൾ ആ ഭരണകൂട മർദ്ദനം ഭയന്നിട്ട് ആൾക്കാർ ഇത്നാശരികളായി മാറുകയാണ്, ആൾക്കാർ ഷിയാക്കളായി മാറുകയാണ്. അങ്ങനെയാണ് ശരിക്ക്, അതായത് വളരെ ബ്ലഡി, ഒരു ഫോഴ്സ്ഫുൾ കൊയേഴ്സ്ഡായ ഒരു ട്രാൻസിഷനാണ്. ശരിക്കും വളരെ രക്തരൂഷിതമായൊരു ട്രാൻസിഷനാണ് ഇറാൻ്റെ ഈ സൊഫവികളുടെ മുൻകൈയിൽ അവിടെ ഇത്നാശരി പിന്നെ ഷിയായിസത്തിലേക്ക് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇതുകൊണ്ട് ഇത് ഷിയായിസത്തിനെ ഏതെങ്കിലും നിലക്ക് വാലിഡേറ്റ് ചെയ്യുന്നു ഇൻവാലിഡേറ്റ് ചെയ്യുന്നു എന്നോ പറയാനല്ല ഞാനത് പറയണത്. ഭരണകൂടങ്ങൾ, ഞാൻ പറയണത് ഒരു സുന്നി ഭരണകൂടങ്ങളെ പറ്റി പറയണത് ശരിയാണെന്നല്ല ഞാൻ പറയണത്. ഞാൻ പറയണത് ഈ ഒരു നറേറ്റീവ് ഒരു പരിധിയിൽ കവിഞ്ഞ് ഇതിനൊന്നും റെലവൻസ് ഇല്ല എന്നാണ് ഞാൻ പറയണത്. അതാണ് നിങ്ങളെ ക്രൈറ്റീരിയ എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭരണകൂടം എന്തെങ്കിലും ചെയ്തത് അത് വെച്ചിട്ട് ഏതെങ്കിലും അഖീദനെ വാലിഡേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് കാര്യങ്ങൾ എല്ലാവർക്കും പറയാനുണ്ടാവും. അത് ഇപ്പം ചർച്ചയുടെ മധ്യത്തിൽ നിൽക്കുന്ന ഇറാൻ എങ്ങനെ ഷീയായി എന്ന് മാത്രം പരിശോധിച്ചാൽ തന്നെ ആ സൊഫവി ഇറാൻ എത്രത്തോളം വലിയ അട്രോസിറ്റീസാണ് അവർ അഴിച്ചുവിട്ടതെന്നുള്ളത്. സലഫിയാളെന്നല്ല അവർ അടിച്ചമർത്തിയത്. അവിടെ ഉണ്ടായിരുന്ന സുന്നികളെന്ന് പറഞ്ഞാൽ സൂഫികളെ, ഞാൻ പറയണ ഇപ്പോൾ കേരളത്തിലിപ്പോൾ സൂഫികളും ഷിയാക്കളും എന്താ പറയുക എനിക്കറിയില്ല, ഭയങ്കര അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ ഇവർ പരസ്പരം, അതായത് എത്ര സുന്നി സൂഫി ത്വരീക്കത്തുകളെയാണ്
ഇറാനിലെ ഈ സ്വഫവി സാമ്രാജ്യം അടിച്ചമർത്തിയത്, നിർദാക്ഷിണ്യം അടിച്ചമർത്തിയത്. അതായത് ഒന്ന് പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ തുടച്ചു നീക്കിയത്. കാരണം ഇത് ഇസ്നാശരി അല്ല എന്നുള്ളതിൻ്റെ പേരിൽ എത്രയോ ഷിയാക്കളെയും, അതായത് ഇസ്നാശരികളല്ലാത്ത ഷിയാക്കൾ, അവർ ഗുലാത്ത് എന്നൊക്കെ പറഞ്ഞ ഷിയാക്കൾ, അങ്ങനത്തെ ഷിയാ ട്രെൻഡുകളെ, ആ ട്രെൻഡുകൾ രൂപപ്പെട്ടു വരുന്നതിനെ അതിനൊക്കെ ഒരു ഭരണകൂടം ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തിയിട്ടാണ് ഇവർ ഈ പറയുന്നൊരു ഇസ്നാശരി ഒരു രാഷ്ട്രം പോലും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്ലീസ് നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്ക്, ഈ വൈകാരികതകൾ നമ്മൾ മാറ്റിവെക്കുക, നമ്മൾ മറക്കാതിരിക്കുക. ഇതൊക്കെ ഈ മോർട്ടൽ ഹ്യൂമൻ ബീങ്സാണ്. നമ്മൾ പറയുന്നത് എന്തെന്നെയാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ, മുസ്ലിം ഭരണകൂടങ്ങൾ, മുസ്ലിം രാഷ്ട്രങ്ങൾ, മുസ്ലിം സാമ്രാജ്യങ്ങൾ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹ്യൂമൻ സിവിലൈസേഷൻ എന്നുള്ള നിലക്ക് മുന്നോട്ട് പോകുമ്പോൾ ശരികളും തെറ്റുകളും ഒക്കെ സംഭവിക്കാവുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷനുകളും സംഘങ്ങളും മനുഷ്യന്മാരുമാണ്. നമ്മളുടെ ആത്യന്തികമായ ബന്ധം അള്ളാഹുവിനോടും അവൻ അവതരിപ്പിച്ച മതത്തോടും ആവുക എന്നുള്ളതാണ് ഇതിൽ അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരാൾ ശരി ചെയ്താൽ ശരി, തെറ്റ് ചെയ്താൽ തെറ്റ്, അത് തത്വാധിഷ്ഠിതമായ യോജിപ്പുകളും വിയോജിപ്പുകളും മാത്രമാണ്. നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത്, നമ്മൾ അന്യൂനമായി കരുതേണ്ടത്, നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമ്മൾക്ക് പകർന്നു തന്ന ഈ ആദർശമാണ്. ആ ഖുർആനെയും ഹദീസിനെയാണ് നമ്മൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കേണ്ടത്. ആ ഖുർആനിലും ഹദീസിലും എന്താണ് ഉള്ളത് എന്ന കാര്യം അത് അന്ന് തീരുമാനമായതാണ്. അത് അതിന് ശേഷം നടന്ന സംഭവ വികാസങ്ങളൊന്നും ഒരു നിലക്കും അത് ബാധിക്കുന്നില്ല. അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചതെന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. സഹാബിമാരെങ്ങനെയാണ് ജീവിച്ചതെന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, ഈവൻ ഇവർ ഈ പറയുന്ന മുഹമ്മദുൽ ബാക്കിർ, ജാഫർ സ്വാദിഖ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇമാമുകളായിട്ട് എണ്ണി പറയുന്ന അവരൊന്നും ജീവിച്ചത് ഇവർ പറഞ്ഞതുപോലെ അല്ല എന്നാണ് ഞാൻ വളരെ 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 ആത്മാർത്ഥമായി, എൻ്റെ കൺവിക്ഷൻ അതാണ്. ഇതൊരു ലേറ്റ് ഡെവലപ്മെൻ്റാണ്. ഇവർ ഈ ഷിയായിസം എന്ന് പറയുന്ന സാധനം വളരെ വളരെ ലേറ്റായൊരു ഡെവലപ്മെൻ്റാണ് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ. അതായത് ഷിയത്തും അലി എന്ന് പറഞ്ഞിട്ട്, അലി റളിയല്ലാഹുവിൻ്റെ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് പൊളിറ്റിക്കലാണ്. അതായത് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നുണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ ചില ആൾക്കാർക്ക് അലി റളിയല്ലാഹുവിൻ്റെ കൂടെയാണ് ശരിയും തോന്നിയിട്ടുണ്ടാവും. ദേ ആർ റൈറ്റ്ഫുൾ ടു ഡു ദാറ്റ്. അത് അവരാണ്, നമ്മളല്ല. അത് അവരുടെ കൂടെയുള്ള സഹാബിമാരാണ്. ഓരോരുടെയുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ഓരോ അങ്ങോട്ടും നിൽക്കാം. അവർ ചിലപ്പോൾ അലി റളിയല്ലാഹുവിൻ്റെ ആൾക്കാരെന്ന് അറിയപ്പെട്ടിട്ടുണ്ടാവും, വേറെ ആരെ ആൾക്കാരെന്ന് അറിയപ്പെട്ടിട്ടുണ്ടാവും. അത് അവരുടെ ഇടയിൽ ഉണ്ടായി വന്ന നിർഭാഗ്യകരമായ, പക്ഷേ അവരുടെ ഇടയിലുള്ള അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് മാത്രമാണ്. അതിന് തിയോളജി ആയിട്ടൊരു ബന്ധമില്ല. അവരെല്ലാവരും ഒരേപോലുള്ള മുസ്ലിങ്ങളാണ്, ഒരേ അഖീദുള്ളവരാണ്. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചത് ഒരേ ദീനാണ്. പക്ഷേ പിൽക്കാലത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ ആ അലി റളിയല്ലാഹു അൻഹുവിന് ചുറ്റും കുറേ മിത്തുകൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തോട് രാഷ്ട്രീയമായി വിയോജിച്ച മുസ്ലിങ്ങളെപ്പറ്റി അതായത് അവരുടെ ഇഖ്ലാസിനെ ചോദ്യം ചെയ്തു. അതാണ് ഇതിൻ്റെ പ്രശ്നം. അവരോട് രാഷ്ട്രീയമായി വിയോജിക്കല്ല, അവരുടെ ഈമാനിനെ ചോദ്യം ചെയ്തു, അവരിൽ നിഫാക്ക് ആരോപിച്ചു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിച്ചോലായിട്ട് ചിത്രീകരിച്ചു. അതൊരു റെഡ് ലൈൻ ക്രോസ് ചെയ്യലാണ്. നിങ്ങൾക്കൊരാളെ പറ്റി വിയോജിപ്പ് പറയണതും അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഞ്ചിച്ചു നിങ്ങൾ പറയണതും ആ ഒരു പോയിന്റിൽ പിന്നെ ഡിസ്കഷൻ ഇല്ല. അത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു നിലക്കും അവിടെ പിന്നെ നമുക്ക് ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാനാകുന്നത് വരെ എൻ്റെ എല്ലാമാണ് എന്ന് ആവർത്തിച്ച് സൂചിപ്പിച്ചുകൊണ്ടേയിരുന്നൊരു മനുഷ്യനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇവരെന്തായി പറയണത്? ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു സത്യത്തിൽ അതായത് ഇറ്റ് വാസ് റിയലി പെയിൻഫുൾ. അതായത് അങ്ങനെ ഉണ്ടല്ലോ, അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞ ഭാഗം, അതായത് ഇവരെന്താ വിചാരിക്കണത്? അതായത് സഹാബിമാർക്കിടയിൽ ഡിസ്കഷൻസ് നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് ഖലീഫ ആരാകണം എന്നുള്ളതിനെ പറ്റിയുള്ള ഡിസ്കഷൻസ്, ആ ഡിസ്കഷൻസിനെ പറ്റിയുള്ള നറേഷൻസ് ഉണ്ടാവും. ഇവരെന്താ വിചാരിച്ചത്? ഇവിടെ ഈ ഏതെങ്കിലും സംഘടനയുടെ പ്രസിഡൻറ്റും സെക്രട്ടറി ആവാൻ, അല്ലെങ്കിൽ MLA ആവാൻ, MP ആവാൻ, ഒരു സീറ്റ് കിട്ടാൻ ഏതെങ്കിലും രാജാക്കന്മാർ, ഇതേപോലുള്ള മനുഷ്യന്മാരാണ് നബിൻ്റെ സഹാബിമാരെന്നാണ് അവരുടെ വിചാരം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ടുള്ള ഖിലാഫത്ത് എന്ന് പറയുന്നത് നേടിയെടുക്കേണ്ട ഒരു അധികാരമായി, അല്ലെങ്കിൽ ഒരു സുഖാഡംബരമായി അങ്ങനെ ഇവർ കണ്ടു എന്നാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. നോൺസെൻസാണത്. അങ്ങനെയല്ല.
അവരത് വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് കണ്ടത്, ഭാരമുള്ളൊരു ഉത്തരവാദിത്തമായിട്ടാണ് കണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നു. ആ മരിക്കുന്ന സമയത്ത് ഉമ്മത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അതിൽ ഇസ്ലാമിനെ പ്രിസർവ് ചെയ്യാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലെഗസിനെ പ്രിസർവ് ചെയ്യാൻ ആര് ലീഡർഷിപ്പിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്, ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരം, ആരിത് ഏറ്റെടുക്കുന്നതാണ് എന്നതാണ് അവർക്കിടയിലുള്ള ചർച്ച. അവരെല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നത് ആ ഒരു മസ്ലഹത്തിനെ മുന്നിൽ നിർത്തിയിട്ടാണ്. അതേ അവർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, വേറെ പലരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സിൻസിയറായൊരു ഒപ്പീനിയനാണ്. ആ ഒപ്പീനിയൻ അതിനാണല്ലോ ഷൂറാന്ന് പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ സൂചനകളുടെയും മൊത്തത്തിൽ കാര്യങ്ങൾ നിരീക്ഷിച്ചതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുന്നതാണ് പ്രവാചകൻ്റെ താല്പര്യം, അല്ലെങ്കിൽ ഉമ്മത്തിൻ്റെ താല്പര്യം. അദ്ദേഹത്തിനാണ് ഇത് ഏറ്റവും നന്നായി കഴിയുക. ഈ സൊസൈറ്റിയുടെ ഒരു കെട്ടുറപ്പ്, അതിൻ്റെ ഒരു ഗോത്രഘടന ഒക്കെ വെച്ചിട്ട് അദ്ദേഹം ഏറ്റെടുക്കുന്നത് പല ഒരുപാട് ഫാക്ടേഴ്സ് വെച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഈമാൻ, തഖ്വ, സീനിയോറിറ്റി അതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളൊരു കൺസെൻസസിൽ അവർ ഇവഞ്ച്വലി എത്തുകയാണ്. ആദ്യം പലരും പല അഭിപ്രായങ്ങളും പറയും. ഇതൊരു ഒരു ഒരു ഡിഫിക്കൽട്ട്. ഇപ്പം ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയേണ്ടി വരും, അതെ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാം. അതായത് നമ്മളത് പറയാതിരിക്കുന്നത് നീതികേടാവുന്ന ചില രംഗങ്ങളുണ്ടാവും. ഇപ്പോൾ എൻ്റെ ഒരു ടീച്ചർ ഉണ്ടെന്ന് വിചാരിക്കുക, ഞാൻ അങ്ങേയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന, അദ്ദേഹം ഒരു അമാനത്ത് പോലെ എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കേണ്ടത് ഞാനത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ലെഗസിക്ക് പരിക്ക് പറ്റും എന്ന് എനിക്ക് തോന്നുകയാണ്. അദ്ദേഹം മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പം അദ്ദേഹം ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു അമിതമായി ഒരു വിനയം കാണിച്ചിട്ട് ഞാനിത് ഒരിക്കലും ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞു പോയാൽ ഇതാകെ കൊളാപ്സ്ഡ് ആവുന്നതാണെങ്കിൽ, ഞാനത് അദ്ദേഹത്തോട് ചെയ്യുന്നൊരു അനീതി ആയിരിക്കുന്നുണ്ടെങ്കിൽ, അത് ഞാൻ ചെയ്തത് നല്ല കാര്യമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അതൊരു ലീഡർക്ക് യോജിച്ച കാര്യമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചതിൽ നിന്നും ബാക്കിയുള്ള സഹാബിമാർ പറഞ്ഞു കൊടുത്തതിൽ നിന്നും അത് ഏറ്റെടുക്കുകയായിരുന്നു അദ്ദേഹം ചെയ്യേണ്ട നീതി. അത് ആ സമയത്ത് അദ്ദേഹം ഏറ്റെടുക്കേണ്ടിയിരുന്നു. അദ്ദേഹം അത് ഏറ്റെടുത്തു. ഏറ്റെടുത്തിട്ട് അദ്ദേഹം എവിടെ ജീവിച്ചത്? കൊട്ടാരത്തിലാണ് ജീവിച്ചത്. അല്ല, അതുകൊണ്ട് എന്താ അദ്ദേഹത്തിന് കിട്ടിയത്? അതാണ് ഇവർ പറയേണ്ട കാര്യം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഇസ്ലാമി വിമർശകർ പറയുന്ന പോലെയാണ്, ഈ ദുന്യാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത പോലെയാണ് ഒരു അവതരണം. അതായത് ഈ യുദ്ധങ്ങൾ മുഴുവൻ ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അപ്പുറത്തുനിന്ന് കടം വാങ്ങുകയാണ്. അതായത് വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനായി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അത് അതിൻ്റെ അപ്പുറത്തുള്ള ലക്ഷ്യങ്ങളാണ്. ഇതേപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഖലീഫയായിട്ട് ജീവിച്ചത്? ഇത് ഈ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഇവർ പറയണ പോലുള്ള എന്തോ വാങ്ങിയെടുത്തൊരു സാധനമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലല്ലോ അദ്ദേഹം ജീവിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ അത്രയും ചലഞ്ചിങ് ആയൊരു സിറ്റുവേഷനിൽ അവിടെ കലാപത്തിൻ്റെ കൊടി, ഇവിടെ കലാപത്തിൻ്റെ കൊടി, കുറേ ആൾക്കാർ ഞങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നു, കുറേ ആൾക്കാർ ഞങ്ങൾ സക്കാത്ത് തരൂല എന്ന് പറയുന്നു. ആ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ആ വർത്താനം ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിങ്ങളൊരു ഒട്ടകത്തിൻ്റെ കയറ് സക്കാത്തായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് വാങ്ങിയിരിക്കുമെന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയാണ് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തത്. അതിനു വേണ്ടിയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 23 വർഷക്കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനൊരു പോറൽ ഏൽക്കാതെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്വയം പട്ടിണി കിടന്ന് ഏറ്റവും ദരിദ്രനായി ഏറ്റവും വിനയാന്വിതനായ ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ നേതാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോഴും അദ്ദേഹം ഏറ്റവും ത്യാഗം സഹിച്ചിട്ട് ഈ യുദ്ധങ്ങൾ മുഴുവൻ നയിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കിയായി പോയതിന് ഒരു പോറലേൽക്കാൻ ഞാൻ സമ്മതിക്കൂല എന്നുള്ള വികാരമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ബന്ധം നമുക്കറിയില്ലേ? ആ ബന്ധത്തിൻ്റെ ആ വൈകാരികതയാണത്. ഇവരിപ്പോൾ ഇറാൻ എന്ന് പറയുന്നു, ഈ പേർഷ്യയിൽ ഇസ്ലാം എത്തിയത് എങ്ങനെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ഇസ്ലാമിക രാജ്യം ഭദ്രമാക്കാനും വികസിപ്പിക്കാനും അദ്ദേഹം നടത്തിയ ശ്രമങ്ങളാണ്. അങ്ങനെയാണ് പേർഷ്യ, അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പേർഷ്യ, റോം, പാലസ്തീൻ, നമ്മളുടെ ഈ ഫിലസ്തീനാണല്ലോ ഈ ഡിസ്കഷനുകളുടെ മുഴുവൻ ഹൃദയം. അതെങ്ങനെയാണ് മുസ്ലിം ലോകത്തിൻ്റെ ഭാഗമാവുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ എങ്ങനെ ജീവിച്ചത്? ഞാൻ പറഞ്ഞ നമ്മൾ ഈ ഒരു ആട്ടിൻകുട്ടി യൂഫ്രട്ടീസിൻ്റെ തീരത്ത് പിന്നെ വെള്ളം കിട്ടാതെ മരിച്ചാൽ എന്നൊക്കെ നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നുണ്ടല്ലോ.
അത് കേവലം പ്രസംഗം എന്നുള്ളതിലപ്പുറത്ത് ഒരു ലോകത്തിന് വിസ്മയമായി മാറിയ ഒരു ഭരണാധികാരി, ഇസ്ലാം ലോകത്ത് മുഴുവൻ എത്തിക്കുക, ഇസ്ലാമിക രാജ്യം വളർത്തുക, ഉമ്മത്തിൻ്റെ നന്മ ഉറപ്പുവരുത്തുക, ഇത് മാത്രമായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം. അതേപോലുള്ള അത്രയും സിൻസിയറായ അവരൊക്കെ എത്ര സിൻസിയറായിരുന്നു അത്ര തന്നെ സിൻസിയറായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹുവിനോട് നമ്മൾക്ക് ഒരു എന്താ പറയുക, നമ്മൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ, അലി റളിയല്ലാഹു അൻഹുവിനൊക്കെ ഒരുപോലെ സ്നേഹിക്കുന്നു, അവസാനിപ്പിക്കുകയാണ്. അവിടെ ഒറ്റ കാര്യം കൂടി നമ്മൾ മറക്കണ്ട. അല്ല അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തോന്നുന്നു, പ്രശ്നമില്ല. അതായത് അതല്ല അതിൽ മറ്റൊരു പ്രശ്നം എനിക്ക് തോന്നാറില്ലേ, അപ്പോൾ അദ്ദേഹം തന്നെ ആ ഒരു സംഭവം വിവരിക്കുമ്പോൾ അദ്ദേഹം അവരെ നിഷ്കളങ്കതയെ അവരെ ഒരു ഇഖ്ലാസിനെ ചോദ്യം ചെയ്യുന്നു. പിന്നെ അലി റളിയല്ലാഹുവിനെ തഴഞ്ഞു, അർഹതപ്പെട്ടതൊന്നും തടഞ്ഞു എന്നുള്ള രൂപത്തിലുള്ളൊരു വ്യാഖ്യാനം അതിനോട് ചേർത്ത് ഇങ്ങനെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഈ ആത്മീയ നേതൃത്വം അവരില്ല, അങ്ങനെ തന്നെയാണ് അത് ഷിയാക്കളുടെ ഒരു കോൺസെപ്റ്റാണ്. ഇമാമത്ത് എന്ന് പറയുന്ന അവരുടെ ഒരു സങ്കല്പമാണ്. നമ്മൾ നേരത്തെ ആ വിഷയത്തിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് വേണ്ടവർക്ക് അത് പരിശോധിക്കാവുന്ന എനിക്ക് തോന്നുന്നത്. പറയാൻ കുറേ സമയം എടുക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇമാമുമാരുടെ ഒരു പരമ്പര എന്ന് അവർ പറയുക. അപ്പോൾ അലി റളിയല്ലാഹുവിന് ശേഷം ഇസ്നാശരി ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ 12 ഇമാമുകൾ എന്നാണ്. അപ്പോൾ നബിക്ക് ശേഷം അലി ഇമാം, അലി റളിയല്ലാഹുവിന് ശേഷം ഹസൻ റളിയല്ലാഹു അൻഹു ഇമാം, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അങ്ങനെ ആ പരമ്പര ഇങ്ങനെ. പക്ഷേ ഈ നബി കുടുംബത്തെ നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു സംശയമില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളുടെ ഒരു വൈകാരികതയല്ലേ. അപ്പം നമ്മളിപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നമ്മളെ മുന്നിൽ കാണുകയാണെങ്കിൽ നമ്മൾക്കത് ഉണ്ടാക്കുന്ന ഒരു ഇമോഷണൽ ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിവരിക്കാൻ കഴിയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിനെ നമ്മൾ നേരെ മുന്നിൽ കാണാൻ അത് എത്ര വലിയ വൈകാരികതയായിരിക്കും. അത് എല്ലാ മുസ്ലിങ്ങൾക്കും അത് വൈകാരികതയാണ്, അത് ഷിയാക്കൾക്ക് മാത്രമല്ല. പക്ഷേ ഇതെന്താ വെച്ചാൽ ഒരു കുടുംബവർഗീയത പ്രസ്ഥാനം അതിൻ്റെ പേരിൽ കെട്ടിപ്പടുക്കുമ്പോൾ അതിനെ പ്രൊപ്പോഷനേറ്റ് അല്ലാത്തൊരു തലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം പ്രബോധനം ചെയ്തത് അത് പ്രിസർവ് ചെയ്യപ്പെട്ടത് പ്രവാചകൻ്റെ ഫാമിലിയിൽ മാത്രമാണ്. അതിലും ആ ഒരു ബ്ലഡ് ലൈൻ, ഒരു പർട്ടിക്കുലർ ലൈനിൽ മാത്രമാണ്, അതിൽ മാത്രമാണ് ആൾക്കാരുണ്ടായത്. അവരാണ് എപ്പോഴും ഇതിനെ നയിച്ചുകൊണ്ടിരിക്കേണ്ടത്. ആ ഒരു ലൈനിൽ പെട്ട ആൾക്കാരായിരിക്കും എപ്പോഴും ഉമ്മത്തിലെ ഏറ്റവും നല്ല ആൾ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. വി ആർ സോറി ടു സേ, അത് നോൺസെൻസിക്കലാണ്. അങ്ങനെയല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആയ ഇവർ ഭയങ്കര കുടുംബവാഴ്ചക്കെതിരെയൊക്കെ വേറൊരു സൈഡിൽ പറയുകയും ചെയ്യും, വേറൊരു സ്ഥലത്ത്. ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ഇവരെ അപമാനിക്കുകയാണ്. നമ്മൾ അലി റളിയല്ലാഹു അൻഹുവിനെ അപമാനിക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കെട്ടിവെക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ അലി റളിയല്ലാഹു അൻഹു ശരിക്ക് ഇതിനു വേണ്ടി പറയില്ല. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം തന്നെ വിശ്വസിച്ച ആൾക്കാർ, നമ്മൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മൾ പറയാം ആദ്യത്തെ കുട്ടി അലി റളിയല്ലാഹു അൻഹു ആണെന്ന് പറയും. ഹി വാസ് വെരി യങ്, ടു യങ്. അതായത് നുബുവത്ത് സംഭവിക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു വളരെ യങ്ങാണ്. നുബുവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് ഒരു 23 കൊല്ലം നമ്മൾ പറയണത്. ദാറ്റ് മീൻസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോഴും അലി റളിയല്ലാഹു അൻഹു വാസ് വെരി യങ്. എന്ന് പറഞ്ഞാൽ ഒരു 30 വയസ്സ്, ഒരു അറൗണ്ട് 30 years അദ്ദേഹം വളരെ യങ്ങാണ്. അതേസമയം അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര തന്നെ പ്രായമുള്ള ഒരാളാണ്. ഹി വാസ് വെരി സീനിയർ. നമ്മളൊരു ലീഡർഷിപ്പ് എന്നുള്ള ആൾക്ക് പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായി ഇസ്ലാമിക ഖിലാഫത്തിലേക്ക് അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ എന്തുകൊണ്ടും ആ സമൂഹത്തിലെ ആലോചനകൾ നടത്തിയവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന പേര് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരായിരിക്കും. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഈ കിബാർ അവർ നയിക്കുക. അതിങ്ങനെ പക്ഷേ അതിങ്ങനെ കഴിഞ്ഞ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അലി റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്ന സമയമാകുമ്പോഴേക്കും അലി റളിയല്ലാഹു അൻഹു ആ ഒരു പ്രായത്തിലേക്ക് അലി റളിയല്ലാഹു അൻഹു എത്തുന്നുണ്ട്. ഇതെന്താണെന്നറിയോ, എനിക്ക് കഴിയില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചപ്പോഴേക്ക് പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, അതും ആയിഷ റളിയല്ലാഹു അൻഹ എന്നൊക്കെ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിൻ്റെ സമയത്ത് പോലെ ആയിഷ റളിയല്ലാഹു അൻഹയോടുള്ള പ്രിയം ഏതൊക്കെ രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസേർട്ട് ചെയ്യണത്. ആ ആയിഷ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും പ്രവാചകൻ അത്രയും ആത്മമിത്രമായി സന്തത സഹചാരിയായി കൊണ്ടുനടന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും പോലുള്ള ആൾക്കാരും ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചപ്പോഴേക്ക് വഞ്ചകരായി മാറി, നബിയോട് വഞ്ചന കാണിച്ചു. അവരൊക്കെ കപടന്മാരായിരുന്നു, അവരൊക്കെ നബിയെ ചതിക്കുകയായിരുന്നു, നബിൻ്റെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു എന്ന് പറയുന്ന വളരെ പാത്തറ്റിക്കായൊരു വിധിക്ക് അള്ളാഹു അവൻ്റെ പ്രവാചകനെ വിട്ടുകൊടുക്കുമെന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റണില്ല.
അതായത് ലോകാവസാനം വരെ നിലനിൽക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചൊരു ആദർശമാണത്. അതിൻ്റെ ഏറ്റവും വലിയ ആൾക്കാരായി നിന്ന ആൾക്കാരൊക്കെ ചതിയന്മാരാകുന്ന ഒരു അവസ്ഥയിലാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഈ ലോകത്തുനിന്ന് കൊണ്ടുപോയത്. എന്നിട്ട് നബി മരിച്ച നിമിഷാർദ്ധങ്ങളിൽ അവരിതിന് മുഴുവൻ അട്ടിമറിച്ചു. അങ്ങനെ ഒരു വിധിക്ക് ഇസ്ലാമിന് അള്ളാഹു വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ അത്രയും നോൺസെൻസിക്കലായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേറെ ഉണ്ടാവും. അതുകൊണ്ട് പ്ലീസ് നമ്മൾ പൊളിറ്റിക്സ് നമ്മൾ പഠിക്കുക. ഞാൻ പറയണത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള സെക്ടേറിയൻ സ്ട്രൈഫും നമ്മൾക്ക് ആവശ്യമില്ല. അപ്പോൾ പാകിസ്ഥാനിലോ വേറെ സ്ഥലങ്ങളിലോ ഒക്കെ സുന്നി ഷിയ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വയലൻ്റായ ക്ലാഷുകളൊക്കെ നടക്കുന്നത് നിർഭാഗ്യകരമാണ്. നമ്മൾ അങ്ങനെയല്ല ഞാൻ പറയണത്. നമ്മൾ അക്കാഡമിക്കായി നമ്മൾ പിന്നെ സിവിലൈസ്ഡായി ഡിബേറ്റ്സ് നടക്കട്ടെ, പരസ്പരം കേൾക്കാനുള്ള ഇതുണ്ടാവട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ട്രാജിക്കായൊരു സംഭവമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധം എന്ന് പറയുന്നത്. ആ വധത്തേക്ക് എങ്ങനെ എത്തിയത് നമുക്ക് അറിയാം. ഞാൻ പറയുന്നത് ഈ ഹെയ്റ്റാണ്. ഈ വെനം ഉണ്ടല്ലോ, ഈ വെറുപ്പിൻ്റെ വിഷം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള വിഷം അത് പ്രചരിപ്പിച്ച് അവസാനം അദ്ദേഹം കൊല്ലപ്പെട്ടു. ശരിക്കും ഷിയായിസത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ അത്. അന്ന് വളരെ കോൺക്രീറ്റായി, പക്ഷെ ആ ഒരു ക്യാമ്പയിനാണ് ഇവഞ്ച്വലി ഈ ധാരയായിട്ട് മാറണത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോര നമ്മൾക്ക് പാഠങ്ങൾ തരുന്നില്ലേ? അതായത് വെറുത്ത് അത്രയും മഹാനായൊരു സഹാബി കൊല്ലപ്പെടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇനിയും നമ്മൾ അതേപോലുള്ള വെറുപ്പ് നമ്മളുടെ അടുത്ത തലമുറകൾക്ക് തിന്നാൻ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ മൗലികമായ ചോദ്യം. ഞാൻ ആവർത്തിച്ച് പറയണമെന്ന് വെച്ചാൽ, ഷിയാക്കളുടെ കൂട്ടത്തിൽ വളരെ സിൻസിയറായ ഒരുപാട് പണ്ഡിതന്മാരുണ്ടാവും. അവർ നല്ല ആൾക്ക് നിസ്കരിച്ച് നോമ്പ് പറ്റി അള്ളാഹിനെ ഇബാദത്തെടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ ഒരു ട്രഡീഷൻ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ അവരൊന്ന് ചിന്തിക്കണം എന്നുള്ള ആൾക്കാണ് ഞാൻ പറയണത്. അതിനെ മുഴുവൻ എന്താ പറയുക, അതിലൊക്കെ കറവീഴ്ത്തുന്ന തരത്തിൽ ഈ തരത്തിലുള്ളൊരു ധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബിമാരെ പറ്റി നമ്മൾ കൊണ്ടു നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്നുള്ള ഹദീസുകളെ നമ്മൾ റെഫ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ നമ്മൾക്ക് വേണോ? വെറുക്കാൻ നമ്മൾക്ക് ഒരുപാട് ആൾക്കാരില്ലേ? ന്യായമായി തന്നെ നമ്മൾ വെറുക്കേണ്ട, ലോകത്ത് അസമാധാനവും മർദ്ദനങ്ങളും ഒക്കെ അഴിച്ചുവിടുന്ന ഒരുപാട് ഭീകരന്മാരും കൊലയാളികളൊക്കെ ഉണ്ടാവുമ്പോൾ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഏറ്റവും നല്ല മനുഷ്യന്മാരായ അവരെ വെറുക്കാൻ വേണ്ടി വെറുതെ നമ്മളുടെ ആയുസ് സ്പോയിൽ ചെയ്യേണ്ടതുണ്ടോയെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ വഴി കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയി ഇതുവരെ ഇല്ല എന്നത് അള്ളാഹിൻ്റെ ഒരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ അനുഗ്രഹത്തെ നശിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ വൈകാരികതൻ്റെ പേരിൽ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം നമ്മൾ വേറെ ചർച്ച ചെയ്യുക. പക്ഷേ നമ്മളുടെ തിയോളജി അൽഹംദുലില്ലാഹ് ഇവിടെ പ്രിസേർവ്ഡ് ആയൊരു സുന്നി തിയോളജി അത് നമ്മൾ കളഞ്ഞു കുളിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. തീർച്ചയായിട്ടും കൃത്യം, വ്യക്തം. ഇനിയൊരു കൂടുതൽ എന്തെങ്കിലും ചേർക്കേണ്ടതില്ല. അപ്പോൾ അവസാനിക്കാം. ഇനി അടുത്ത സോഷ്യൽ മീഡിയ വാച്ചിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ്.